ഒരു വചനഭാഗം വായിച്ച് സഹായിക്കാനായിട്ട് അപേക്ഷിക്കുന്നു. വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാമത് വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ദൈവവചനം ധ്യാനിക്കാം. 2 Timothy chapter 4 verse 30. പുസ്തകം വായിക്കാൻ ആരെയും കാണായതുകൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു എന്ന് വെളിപ്പാടസ്ഥയിൽ പറയുന്ന പോലെ 4-ാം അധ്യായത്തിൻ്റെ 13 ഇനി ഞാൻ തന്നെ വായിക്കാം. ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചു പോന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. മതി. ഇനി ഈ വഴി ആരും വരികയും ചെയ്യല്ല, ഇവിടുന്ന് ആരും പോവുകയും ചെയ്യല്ല. എനിക്കത് സഹിക്കാനുള്ള ത്രാണിയില്ല. അതുകൊണ്ടാണ് സ്റ്റേജ് കുലുങ്ങിക്കഴിഞ്ഞാൽ ഒന്നാമത് എനിക്ക് ആവശ്യത്തിന് വിഷയമാണ്, പല വശത്തേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. ഓക്കെ, ഞാൻ അതുകൊണ്ട് പറഞ്ഞു ഇടയ്ക്ക് വെള്ളം പോലും കൊണ്ട് ഈ വഴി വരരുത്. പണ്ടൊരാൾ ചോദിച്ചു, ഈ തണുക്കുമ്പോൾ ഇല്ലാത്ത പുതപ്പ് എന്തിനാന്ന് ചോദിച്ചോല്ലേ, അതൊരാൾ ചോദിച്ച് തെറ്റിപ്പോയി. തണുക്കുമ്പോൾ ഇല്ലാത്ത കുളിരെന്തിനാ? അപ്പോൾ ഇനി ഞങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചോളാം. ഇനി ഈ വഴി വരല്ലേ, ശ്രദ്ധിച്ചിരിക്കണം. സന്തോഷമല്ലേ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വളരെ ലളിതമായ ഒരു തിരുവചന ഭാഗമാണ് വായിച്ചത്. വിശുദ്ധ പൗലോസ് ഒരു സ്വകാര്യ ആവശ്യം നമ്മോട് പറയുകയാണ്. സാധാരണഗതിയിൽ പൗലോസ്ലീഹ സ്വന്തം ആവശ്യകതകൾ എങ്ങും പോയി പറയാറില്ല. സ്വന്തം ഭൗതിക ആവശ്യത്തെപ്പറ്റിയോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ക്ഷേമത്തെപ്പറ്റിയോ കാര്യമായി ആരോടും ഒന്നും ചോദിക്കാത്ത പൗലോസ് ഒരു വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടിട്ട് പോലും സ്വന്തം കൈയാൽ അധ്വാനിച്ച് അദ്ദേഹം സുവിശേഷ വേല ചെയ്യുകയും ആ പണം കൊണ്ട് ഉപജീവനം കഴിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. പക്ഷെ പൗലോസ് ഒരിക്കൽ മാത്രം ഒരു സ്വകാര്യ ആവശ്യം തൻ്റെ നിജപുത്രനായ തിമോഥെയോസിനോട് അറിയിക്കുകയാണ്. ആ സ്വകാര്യ ആവശ്യത്തെ പറ്റി പറയാൻ അദ്ദേഹം എഴുതിയ ആ ലേഖനം ദൈവവചനമായി മാറുന്നത്, അത് രേഖയാക്കി വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ഭാഗമാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ക്രോഡീകരിക്കപ്പെട്ടപ്പോൾ അത് ദൈവനിശ്വാസീയമായ ദൈവവചനമായി മാറുകയാണ്. അപ്പോൾ കേവലം പൗലോസ്ലീഹയുടെ വ്യക്തിപരമായ ഒരാവശ്യം എന്നതിനപ്പുറത്ത് ഇത് പ്രസക്തമായ ഒരു ദൈവവചന വിഷയമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. എന്താണ് പൗലോസിൻ്റെ ആവശ്യം? മകനെ തിമോഥെയോസേ, വേഗത്തിൽ എനിക്ക് നിന്നെ കാണണം, അല്ലെങ്കിൽ നിന്നെ കാണുവാൻ ഞാൻ ആശിക്കുന്നു. നീ വേഗത്തിൽ വരണം. വരുമ്പോൾ എനിക്ക് ചെയ്യേണ്ട ഒരാവശ്യകതയുണ്ട്. നീ വരുമ്പോൾ ഞാൻ കർപ്പോസിൻ്റെ പക്കൽ വച്ചിട്ട് പോന്ന പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും കൊണ്ടുവരണം. ജീവിതത്തിൽ 3 ആവശ്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയാണ്. ഒന്നാമത്തെ ആവശ്യം, നീ വരുമ്പോൾ പുതപ്പ് കൊണ്ടുവരണം. 2 പുസ്തകങ്ങൾ കൊണ്ടുവരണം. 3 ചർമ്മലിഖിതങ്ങൾ കൊണ്ടുവരണം. ഞാനും നിങ്ങളും ഇന്ന് വായിച്ചു കേൾക്കുന്ന രീതിയിൽ നിന്ന് വിഭിന്നമാണ് അന്ന് പുസ്തകം എന്ന് പറഞ്ഞാൽ. ബൈബിൾ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളുടെ രചന പൗലോസിൻ്റെ കാലഘട്ടത്തിൽ പഴയ നിയമം പൂർണ്ണമായിട്ടുണ്ട്. അതിലൊരു പുസ്തകമോ അല്ലെങ്കിൽ അദ്ദേഹം വായിക്കാൻ ഉപയോഗിക്കുന്ന മറ്റേതെങ്കിലും പുസ്തകമോ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് ഞാൻ ആദ്യം വരാം. ഞാനും നിങ്ങളുമൊക്കെ വായിക്കുന്ന
സുവിശേഷങ്ങളാകട്ടെ, ബൈബിളിൻ്റെ ഏത് ഭാഗമായിക്കൊള്ളട്ടെ, പണ്ട് കാലത്ത് മനുഷ്യൻ എഴുതാൻ ഉപയോഗിക്കുന്ന എഴുത്ത് പ്രതലങ്ങൾ എന്ന് പറയുന്നത് സങ്കീർണമായ വിലയുള്ളവയാണ്. ഈജിപ്തിലെ നൈൽ നദിയുടെ തീരത്ത് വിടരുന്ന പാപ്പിറസ് ചെടിയുടെ ഉൾക്കാമ്പ് ശേഖരിച്ചെടുത്ത് അതിനെ പൾപ്പാക്കി അരച്ച് അത് ചില പ്രോസസ്സിങ്ങിലൂടെ കടത്തിവിട്ട് അതാണ് പേപ്പർ ഷീറ്റുകളാക്കി മാറ്റുന്നത്. ഇന്നത്തെ പേപ്പർ ഷീറ്റുകളോട് ഏതാണ്ട് അടുത്തു നിൽക്കുന്ന ഏറ്റവും പ്രാകൃതമായ രചനാശൈലി. ആ രചനാശൈലിക്കൊരു പ്രത്യേകതയുണ്ട്. അത് അന്നും ഇന്നും വളരെ എക്സ്പെൻസീവാണ്, വിലപിടിപ്പുള്ള എഴുത്താണ്. അത് ഹാൻഡിൽ ചെയ്യുക സാധാരണക്കാരന് വിഷമമാണ്, പാപ്പിറസിൻ്റെ ചുരുളുകൾ. അങ്ങനെ വരുമ്പോൾ പ്രാകൃതരായ അന്നത്തെ ആളുകൾ എഴുതാൻ ഉപയോഗിച്ചത് മറ്റൊരു ശൈലി ഉണ്ടായിരുന്നു. അത് കളിമൺ ഫലകങ്ങളാണ്. കളിമണ്ണ് കുഴച്ചിട്ട് അത് നമ്മളൊക്കെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി അതിനെ ചതുരവടിവിൽ വെട്ടിയെടുത്ത് അതിലേക്ക് നാരായമുന കൊണ്ടെഴുതി ചൂളയിൽ ചുട്ടെടുത്ത് വെക്കുകയാണ് പതിവ്. ഇങ്ങനെ എഴുതുന്ന ഒരു സ്ലേറ്റിൻ്റെ രൂപമാണ് അന്നത്തെ ഈ കളിമൺ ഫലകങ്ങൾക്ക്. ആ കളിമൺ ഫലകങ്ങളെ വിളിക്കുന്ന പേര് ഒബ്സ്ട്രാക്ക എന്നായിരുന്നു. ഒബ്സ്ട്രാക്ക എഴുത്തുകളുടെ പ്രത്യേകത അത് ദരിദ്രരുടെ എഴുത്ത് രീതിയായിരുന്നു. പാപ്പിറസ് വാങ്ങാൻ നിർവാഹമില്ലാത്ത ആളുകൾ ഒബ്സ്ട്രാക്കയിൽ എഴുതുമായിരുന്നു. പക്ഷേ ഒബ്സ്ട്രാക്കയ്ക്ക് ദാരിദ്ര്യത്തിൻ്റെയും ഇല്ലായ്മയുടെയും പശ്ചാത്തലമുള്ളപ്പോൾ തന്നെ അതിനു മാത്രം മറ്റ് എഴുത്തുവിദ്യകളെ അതിജീവിക്കാൻ ഒരു കഴിവുണ്ടായി. ആ കഴിവ് വേറൊന്നുമല്ല, കാലമേറെ കഴിഞ്ഞ് ഈ ലിഖിതങ്ങൾ പലതും മണ്ണടരുകളിൽ പെട്ടുപോയപ്പോൾ പാപ്പിറസ് ഷീറ്റുകളും പാർച്ച്മെൻസുമൊക്കെ മണ്ണിൻ്റെ ഭാഗമായി മാറി. പക്ഷേ ദരിദ്രൻ്റെ ആലേഖന വിദ്യയ്ക്ക് കാരണമായി തീർന്ന അത്തരത്തിലെ മൺലിഖിതങ്ങൾ മണ്ണടരുകൾക്കുള്ളിൽ കിടന്നു. കാലത്തെ അതിജീവിച്ച് ആ എഴുത്തുകൾ പുരാവസ്തു ഗവേഷകർക്ക് പിൽക്കാലത്ത് കിട്ടി. അതിൽ നിന്നൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ഏത് ദുർബലനായിക്കൊള്ളട്ടെ, നിങ്ങളില്ലായ്മക്കാരനായിക്കൊള്ളട്ടെ, യേശുവിന് വേണ്ടി ചെയ്യുന്നത് കാലത്തെ അതിജീവിച്ച് അതിൻ്റെ ശോഭയോടെ നിലനിൽക്കും, അതിൻ്റെ ശക്തിയോടെ നിലനിൽക്കും. അപ്പോൾ ഇതിൻ്റെ അസൗകര്യം കൂടി കേൾക്കണം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഒരു 10 അധ്യായം വരെയുള്ള ഭാഗങ്ങൾ ഒരുവന് കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഈ കളിമൺ ഫലകങ്ങളിൽ അത് കൊണ്ടു നടക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട്. താഴെ വീണുടയാൻ പാടില്ല, അത് വളരെ കെയർഫുള്ളായിരിക്കണം, ഒട്ടേറെ സംരക്ഷണം അത് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഒരു തരം എഴുത്തുവിദ്യകൾ. ഇനി മറ്റൊന്ന് പാപ്പിറസിൻ്റെ ലിഖിതങ്ങളാണ്. ഞാനത് ഓൾറെഡി ഓർമ്മപ്പെടുത്തി കഴിഞ്ഞു. ഇവ രണ്ടുമല്ലാത്ത പാർച്ച്മെൻസ് എന്ന മറ്റൊരു രീതിയുണ്ട്, ഒരു എഴുത്തുരീതി. ആ എഴുത്തുരീതി മൃഗങ്ങളുടെ തോല് എഴുതാൻ ഉപയോഗിക്കുക എന്നതാണ്. നമ്മൾ ഡ്രമ്മും സൈഡ് ഡ്രമ്മും ഒക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ. അത്തരം തോലുകൾ തയ്യാറാക്കിയെടുത്ത് പേപ്പർ ഷീറ്റുകളുടെ വലിപ്പത്തിൽ കീറിമുറിച്ച് അവ ഇങ്ങനെ ചുരുളുകളാക്കി ഒട്ടിച്ച് അതിലെഴുതുന്ന വിധിയുണ്ട്. അപ്പോൾ അക്കാലഘട്ടങ്ങളിലൊക്കെ മനുഷ്യൻ 39 പുസ്തകമടങ്ങുന്ന പഴയ നിയമഗ്രന്ഥങ്ങൾ, പാട്ടുപുസ്തകങ്ങൾ ഒക്കെ കൊണ്ടുപോവുക പ്രായോഗികമല്ല. ഇവ സൂക്ഷിക്കാൻ തന്നെ സിനഗോഗിൽ പ്രത്യേക സ്ഥലങ്ങളുണ്ട്. അതിനാണ് പറയുന്നത്, യേശു പതിവ് പോലെ പള്ളിയിൽ ചെന്നു ന്യായപ്രമാണ പുസ്തകം തുറന്നു വായിച്ചു. അപ്പോൾ ഇത് സിനഗോഗിലോ അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ വളരെ വിശുദ്ധമായി സംരക്ഷിക്കപ്പെടുന്ന പതിവായിരുന്നു പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. ഏതായാലും ഇതൊക്കെ വിശുദ്ധ ലിഖിതങ്ങളുടെ കാര്യമാണെങ്കിൽ പൗലോസ് വായിച്ചു കൊണ്ടിരുന്ന പലതരം ഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹം വായനാമനീഷ്യനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിക്കുമ്പോഴൊക്കെ പലതരത്തിലുള്ള എഴുത്തുകാരെ പരാമർശിക്കുന്നു. നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ള വാക്യങ്ങളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം ബഹുഭാഷാ നിപുണനാണ്, വളരെ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് വായിക്കാൻ നിരവധി പുസ്തകങ്ങളുണ്ടായിരുന്നു. ഈ പുസ്തകങ്ങളൊക്കെ കർപ്പോസ് എന്ന് പറയുന്നൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പോകുന്നത്. ആ സുഹൃത്ത് ഇത് സംരക്ഷിക്കാൻ പെടുന്ന പ്രയാസം നിങ്ങൾക്കൊന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇന്നെന്ന പോലെയല്ല അക്കാലഘട്ടത്തിൽ അവ സൂക്ഷിക്കുക. 100 കണക്കിന് ചുരുളുകൾ അടുക്കി കെട്ടി വെക്കണം. ഇന്നത്തെ പോലെ നല്ല വീടുകളൊന്നുമല്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ അവിടെ വച്ചിട്ട് പോന്നു. മറ്റൊന്ന് ചർമ്മലിഖിതങ്ങളാണ്. ചർമ്മലിഖിതങ്ങളെന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ തോലിൽ എഴുതി വെച്ച അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളോ ഏതെങ്കിലും സ്ഥലത്തേക്കുള്ള ലേഖനങ്ങളോ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ കിട്ടിയ വെളിപ്പാടുകളോ അതുമല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങളിൽ കണ്ടെത്തിയ ഏതെങ്കിലും പുതിയ അറിവുകളോ ഒക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള നിരവധി ലിഖിതങ്ങൾ ആ വീട്ടിൽ വെച്ചിട്ടുണ്ട്.
ഇവ രണ്ടും സുപ്രധാനമാണ്. അവ രണ്ടും നമുക്കും പ്രയോജനപ്പെടുന്നതാണ്. ഇനി മൂന്നാമതൊരു കാര്യം അദ്ദേഹത്തിൻ്റെ പുതപ്പാണ്. പുതപ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കുന്ന ഭാരതീയമായൊരു ചിന്തയിലോ ഒന്നുമല്ല, കേരളത്തിൽ നമ്മൾ ചിന്തിക്കുന്ന അവസ്ഥാവിശേഷങ്ങൾക്കുള്ളിൽ പരിമിതപ്പെടുത്തരുത്. കനത്ത തണുപ്പിനെ അതിജീവിക്കത്തക്ക വിധത്തിൽ വളരെ ഭാരമുള്ള കമ്പിളിക്കെട്ട് അത് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇതൊരാളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ പൗലോസ് ഈ 3 കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ 3 കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നു. ഞാനും നിങ്ങളും ഇന്ന് ചേർന്ന് ഈ വസ്തുതയുടെ ചില ആഴവും പരപ്പും പൊരുളും ഒരുമിച്ച് പഠിക്കാൻ, ഒരുമിച്ച് ചിന്തിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. എല്ലാവരെയും ഏകാഗ്രതയും പ്രാർത്ഥനയും ഈ ചിന്തയിലേക്ക് ഞാൻ ഒരു വേള ക്ഷണിക്കുന്നു. ബഹുമാനരെ, നമുക്കാദ്യം പൗലോസ് എന്ന മനുഷ്യനിലേക്ക് പോകാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വേണം ആരംഭിക്കുവാൻ. 100 യോഗങ്ങളിൽ, 100 ഇടങ്ങളിൽ, 100 വിശകലനങ്ങളിൽ പൗലോസ് എന്ന മനുഷ്യനെക്കുറിച്ച് കേൾക്കാത്ത ആളുകളില്ല, അദ്ദേഹത്തെ അറിയാത്ത ആളുകളില്ല. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പൗലോസ് എന്ന പേര് കേൾക്കുന്നത് അഭിമാനകരമായൊരു അനുഭവമാണ്, അഭിമാനകരമായൊരു ചിന്തയാണ്. എന്താണ് പൗലോസിനെ കുറിച്ച് ഇത്രയും അഭിമാനം, ഇത്രയും സന്തോഷം? ഞങ്ങൾ ദൈവദാസന്മാർ ജീവിതത്തിൽ യേശു കഴിഞ്ഞാൽ ഏറെ പ്രസംഗിച്ചിട്ടുള്ളത് പൗലോസിനെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്നാണ് ആവേശകരങ്ങളായ നിരവധി പാഠങ്ങൾ ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത്. ചിലരെങ്കിലും പൗലോസിനൊരു വ്യാജനെന്ന് കരുതുന്നുണ്ട്. അത് ക്രൈസ്തവരാരുമല്ല. ക്രൈസ്തവ സഭയ്ക്ക് പുറത്ത് പൗലോസ് എന്തൊക്കെയോ തെറ്റായ പ്രവൃത്തികൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവർ വിശ്വസിക്കുന്ന തെറ്റായ പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾ കേൾക്കണം. അത് പൗലോസ് മോഷ്ടിച്ചുവെന്നോ അദ്ദേഹം ഏതെങ്കിലും ദുർമാർഗിയായിരുന്നെന്നോ ഒന്നുമല്ല അവർ പറയുന്നത്. പിന്നെന്താണ് തെറ്റ്? അവർ പറയും കേവലം ഒരു പ്രവാചകൻ മാത്രമായിരുന്ന യേശുവിനെ പിടിച്ച് ദൈവമാക്കിയത് പൗലോസാണ്. അങ്ങനെയാണ് അവരുടെ അവകാശവാദം. പൗലോസ് വരും വരെ ക്രൈസ്തവർക്കിടയിൽ യേശു ദൈവമായിരുന്നില്ല, ഒരു പ്രവാചകനായിരുന്നു. യഹൂദന്മാർക്കൊരു മശിക മാത്രമായിരുന്നു. യഹൂദന്മാർ മശികയായി സ്വീകരിക്കേണ്ടവനായിരുന്നു. അവരിപ്പലരും സ്വീകരിച്ചില്ല. ശ്രേഷ്ഠനായ ഒരു പ്രവാചകനായി യേശുവിനെ ഉൾക്കൊള്ളുവാൻ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. യേശു മാന്യനാണ്, യേശു മഹാനാണ്. ആ മഹാൻ്റെ പേര് ഉദ്ധരിക്കുവാൻ, അവിടുത്തെ വാക്കുകൾ പറയാൻ ഞങ്ങൾക്ക് മടിയൊന്നുമില്ല. അദ്ദേഹത്തെ സ്വീകരിക്കാനൊക്കെ ഞങ്ങൾ തയ്യാറാ. പക്ഷേ അദ്ദേഹത്തെ ദൈവമായി കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഇത് ലോകത്തനവധി മനുഷ്യരുണ്ട്. യേശുവിനെ വിപ്ലവകാരിയായി കാണുന്ന ആളുകളുണ്ട്. കർത്താവായ യേശുവിനെ മഹാരഥനായ, മഹാനായ, മാന്യനായ ഒരു പ്രവാചകനായി കാണുന്ന ആളുകളുണ്ട്. ചിലരെങ്കിലും യേശുവിനെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നില്ല, പക്ഷേ അത്രയും മഹാനായ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ക്രൈസ്തവർക്ക് പുറമെയുള്ള നിരവധി ആളുകൾ യേശുവിനെപ്പറ്റി നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. യേശുവിനെപ്പറ്റി, സുവിശേഷങ്ങളെപ്പറ്റി ഹൈന്ദവരായ സഹോദരന്മാർ എത്രയോ ഗഹനങ്ങളായ പഠനങ്ങൾ നിർവഹിച്ചിരിക്കുന്നു. നമുക്കറിയാം യേശുവിനെപ്പറ്റി ഏറെ അനുകമ്പാർദ്രമായി ഹൃദയവിശാലതയോടെ എഴുതിയ ഒരാളാണ് മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്ന KP കേശവമേനോൻ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ യേശുദേവൻ എന്നായിരുന്നു. ശ്രീരാമകൃഷ്ണ മഠം പുറത്തിറക്കിയ യേശുദേവൻ എന്ന പ്രമുഖമായ മറ്റൊരു പുസ്തകമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ രാജ്യത്തിലെ ഹൈന്ദവ സുഹൃത്തുക്കൾക്കോ ഇസ്ലാമിയർക്കോ മറ്റു സഹോദരങ്ങൾക്കോ യേശു എന്ന വ്യക്തിയോട് ഏതെങ്കിലും പിണക്കമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ചുരുക്കം ചില നിരീശ്വരന്മാർ യേശുവിനെ തെറ്റിദ്ധരിപ്പിച്ച് യേശു ജീവിച്ചിരുന്നിട്ടില്ല എന്നുള്ള ചില വാദഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വാദഗതികളൊന്നും ചരിത്രപരമായി നിലനിൽക്കുന്നതല്ല. അതിന് പുറത്ത് യേശുവിനോട് ആരും വിരോധമുള്ളവരില്ല. യേശുവിനെ സ്നേഹിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകൾ. ക്രൈസ്തവർ ചെയ്തു കൂട്ടുന്ന ഏതെങ്കിലും കുറ്റങ്ങൾ കൊണ്ടോ പുരോഹിതന്മാരുടെ പക്കലെയോ പാസ്റ്റർമാരുടെ പക്കലെയോ ഏതെങ്കിലും ജീവിത അപാകത കൊണ്ടോ യേശുവിൻ്റെ മൂല്യവും അവിടുത്തെ മാറ്റും ആരും വില കുറച്ചു കാണുന്നില്ല. അത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇവരൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യം, നിങ്ങൾ പറയും പോലെ യേശു ദൈവമല്ല, ദൈവമായിട്ടൊന്നും ഞങ്ങൾ യേശുവിനെ കാണുന്നില്ല, ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഞാൻ ആ ചിന്തയിലൂടെ ഒന്ന് വരുന്നു. അതിന് ചില ന്യായങ്ങളും ഈ സുഹൃത്തുക്കൾക്ക് പറയാനുണ്ട്. എന്താണ് ന്യായം? ദൈവമെന്ന് പറഞ്ഞാൽ ആരാ? ദൈവത്തിന് വിശക്കുമോ? ദൈവം കരയുമോ? ദൈവം ക്രൂശിൽ കിടന്ന് അലമുറ കൂട്ടുമോ? ദൈവത്തിന് ക്രൂശിൽ കിടന്ന് അലമുറ കൂട്ടുമ്പോൾ രക്ഷിക്കണേ എന്ന് പറയേണ്ടി വരുമോ? ദൈവം പീഡനങ്ങൾ, ഭാരങ്ങൾ, അനവധി തെറ്റായ ജീവിത പ്രശ്നങ്ങൾ ഇതിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുമോ? 100 ചോദ്യങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അവരിട്ട് കൊടുക്കും. ഞാൻ അത്തരക്കാരോടും ഒരു മറുപടി പറഞ്ഞുകൊണ്ട് വേണം ഇന്ന് രാത്രി തുടങ്ങാൻ. അതിൽ ശ്രേഷ്ഠകരമായൊരു കാര്യമുണ്ട്. ആളുകൾ ചോദിക്കുന്ന വളരെ തീഷ്ണതയേറിയൊരു ചോദ്യം, ദൈവം ഇങ്ങനെ ക്രൂശിൽ മരിക്കുമോ? ക്രൂശിൽ മരിക്കുന്നത് അപമാനമെന്ന് എഴുതി വെച്ചിട്ടില്ലേ? അതുകൊണ്ട് യേശു ക്രൂശിക്കപ്പെട്ടു എന്ന വാദത്തെ നിരാകരിക്കുന്നവരുണ്ട്. എത്ര കാര്യങ്ങൾ. ഇപ്പോൾ യേശുവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ബൈബിൾ ഉയർത്തുന്ന ചിന്തയ്ക്കെതിരെ ചിന്തിക്കുന്ന ആ ചിന്താധാര
അനവധി ധാരകളാണ്, അനവധി ഘട്ടങ്ങളാണ്. ഒന്ന്, യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയുന്നത് അവിടുത്തെ കന്യകാജനനത്തെ ചിലർ നിഷേധിക്കുന്നു. യേശുവിന് ജഡപ്രകാരം ഒരപ്പനുണ്ട് എന്ന് ചിലർ വിശ്വസിക്കുന്നു. വേറെ ചിലരാകട്ടെ യേശുവിൻ്റെ അമ്മയായ മറിയം കന്യകയല്ല എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഒരു കൂട്ടർ യേശുവിൻ്റെ അമ്മയായ മറിയം എന്നും കന്യകയായി നിലകൊണ്ടു, ഒരിക്കൽ പോലും പുരുഷ സമാഗമം അവർക്കുണ്ടായില്ല, യോസേഫും അവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ലായിരുന്നു എന്ന തരത്തിൽ പിന്നീട് പ്രസവിച്ചില്ല എന്നൊരു വാദം മുമ്പോട്ട് വെക്കുന്നു. ഇനിയും യേശു എന്ന വ്യക്തിയെക്കുറിച്ച് അടുത്ത ചിലർ പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ 12 വയസ്സ് മുതൽ 18 വർഷങ്ങൾ, ഏതാണ്ട് 30ഓളം വയസ്സ് വരെയുള്ള 18 വർഷങ്ങളെക്കുറിച്ച് ബൈബിൾ യാതൊരു വിവരണവും തരുന്നില്ല. അക്കാലത്ത് യേശു ഇന്ത്യയിൽ വന്ന് യോഗ അഭ്യസിച്ചിട്ട് തിരിച്ചുപോയി എന്നും ചിലർ വിശ്വസിക്കുന്ന അങ്ങനെയല്ല. വിവാഹമൊക്കെ കഴിഞ്ഞ് കാശ്മീരിൽ കുടുംബസമേതം താമസിച്ചു. യേശുവിൻ്റെ കല്ലറ കാശ്മീരിലുള്ളതായി ചില ചിത്രീകരണങ്ങൾ അവർ കൊണ്ടുവരുന്നു. ഇനിയും വേറെ ചിലർ അങ്ങനെയല്ല, യേശു പ്രവചിച്ചു ഒരാളെപ്പറ്റി, എനിക്ക് ശേഷം ഒരു കാര്യസ്ഥൻ വരും, ആ കാര്യസ്ഥൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്ന് പഠിപ്പിക്കുന്നു. ആ കാര്യസ്ഥൻ താനാണ് എന്ന അവകാശവാദത്തോടെ നൂറുകണക്കിന് ആളുകൾ പിൽക്കാലഘട്ടത്തിൽ വന്നു. അവർക്കൊക്കെ അനുഗാമികളുണ്ടായി. അവരിൽ ഏറ്റവും പ്രമുഖനായൊരു വ്യക്തി ക്രിസ്തുവിന് 300 കൊല്ലങ്ങൾക്ക് ശേഷം പേർഷ്യയിൽ ജീവിച്ചിരുന്ന മാനി എന്ന ഒരു സന്യാസിയായിരുന്നു. ആ മാനിയുടെ അനുഗാമികളെ മാനിക്കേയന്മാർ എന്നാണ് പറയുക. ഈ മാനിക്കേയന്മാർ ഇന്ത്യയിൽ വരെ വന്നിട്ടുണ്ട്. ആ ചരിത്രവും അതിൻ്റെ പശ്ചാത്തലമൊക്കെ പറഞ്ഞാൽ നമ്മുടെ വിഷയവുമായിട്ട് വലിയ ബന്ധം വരില്ല, നമുക്ക് ആവശ്യമുള്ള കാര്യമൊന്നുമല്ല. അല്ല, ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രാൻസിസ് സാറിനെ കണ്ടാൽ മതി. ഒരു ആപ്ലിക്കേഷൻ പോകുമ്പോൾ വാങ്ങിക്കൊണ്ട് പോക്കോ. ഇതൊക്കെ അവിടെ പറയുന്നുണ്ട്. നമ്മൾ മാനിക്കേനിസം എന്താണെന്നും അവരെന്ന് ഇന്ത്യയിൽ വന്നെന്നും അവരിന്നും ഇന്ത്യയിലുണ്ടെന്നും അവരിന്ന് ക്രൈസ്തവരായി കഴിയുന്നെന്നും അത് ഏതുതരം ക്രൈസ്തവരാണെന്നും ഒക്കെ ചരിത്ര വസ്തുതകൾ ഉന്നയിച്ചുകൊണ്ട് പറയേണ്ട ആവശ്യമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ എത്ര കഥകൾ. എൻ്റെ സന്തോഷം അതൊന്നുമല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു യോഗത്തിൽ, ഒരു വർഷത്തെ സമ്മേളനത്തിൽ യേശുവിൻ്റെ ഈ താടിയുള്ള ചിത്രമൊക്കെ വച്ചിട്ട് അതിൻ്റെ താഴെ സഖാവ് യേശു ക്രിസ്തു എന്നൊരു ബോർഡുമൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. വലിയ വിവാദമായ ഒരു കാലഘട്ടമാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലായിടത്തും യേശുവിനെ അംഗീകരിക്കാൻ ആളുകൾ റെഡിയാണ്. ചിലർക്കത് സഖാവാണ്, ചിലർക്കത് നല്ലൊരു പ്രവാചകനാണ്, ചിലർക്കത് സാമാന്യനായൊരു മനുഷ്യനാണ്, മറ്റു ചിലർക്ക് യേശുവിനെക്കുറിച്ച് കേൾക്കുന്നത് ഇത് വലിയ കാര്യമൊന്നുമില്ല എന്ന രൂപേണ ഗൗരവമില്ലാത്തൊരു മനുഷ്യനാണ്. ഇനി വേറെ ചിലർക്ക് യേശു ഒരു അവതാരമാണ്. ഞാൻ ഈ അവതാരം എന്ന പദത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. ദെർ ഇസ് നോ വേഡ് ഇൻകാർണേഷൻ ഇൻ ബൈബിൾ. നമ്മുടെ പാട്ടുകാരൊക്കെ പറയാറുണ്ട് അവതരിച്ചത് വെറും കഥയോ എന്നൊരു പാട്ടുണ്ട്. ഞാൻ പറയും അവതരിച്ചത് വെറും കഥയാണ്. കാരണം ക്രൈസ്റ്റ് ഈസ് നോട്ട് ഇൻകാർണേഷൻ ബട്ട് ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അതാണ് യേശു ക്രിസ്തു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, ജഡത്തിൽ വന്നു. കാരണം അവതരിച്ചാൽ ആ മൂലരൂപം അവിടെ ഇരിപ്പുണ്ട്, എന്നിട്ട് അവിടുന്ന് മറ്റൊരാളായി വന്നു. ഒരു മൂലരൂപവും വേറെ അവിടെ ഇരിപ്പില്ല. ദൈവപുത്രൻ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ ത്രിഏക സത്യത്തിലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എക്കാലഘട്ടത്തിലെയും ആത്യന്തിക സത്തയും സത്യവുമാണ്. എന്നാൽ അതിൽ പുത്രനാണ് ജഡത്തിൽ വെളിപ്പെട്ടു വന്നത്. പിതാവല്ല ജഡത്തിൽ വെളിപ്പെട്ടു വന്നത്, പരിശുദ്ധാത്മാവുമല്ല ജഡത്തിൽ വെളിപ്പെട്ടു വന്നത്. പുത്രൻ കാലസമ്പൂർണതയിൽ വെളിപ്പെട്ടു വന്നു. പുത്രൻ വെളിപ്പെട്ടു വരുമ്പോൾ അവൻ തന്നെത്താൻ ഒടിച്ചു ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. ഇതൊക്കെ വചനം വളരെ വ്യക്തമാണ്. അപ്പോൾ ഇതൊക്കെ ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൻ്റെ ഈടുറ്റ ശക്തിയേറിയ പഠിപ്പിക്കലുകളും കാഴ്ചപ്പാടുകളുമാണ്. അപ്പോൾ നമുക്ക് ഏതായാലും അത്രയും ഗഹനമായി പോകാനുള്ള ഒരവസരം ഇവിടെ ഇല്ല. ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് നേരെ തന്നെ വരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിഭിന്നങ്ങളായ 100 ചിന്തകൾ നിൽക്കുന്നു. ഈ ചിന്തകൾക്കൊന്നും യാതൊരുവിധ പുതുമയുമില്ല. നമ്മൾ ചിലർക്കെങ്കിലും തോന്നും ഇന്നാണ് സഭാചരിത്രത്തിലെ 100 ചോദ്യങ്ങളുടെ കാലഘട്ടം. ഇന്നാണ് അനവധിയായ ചോദ്യശരങ്ങൾ കൊണ്ട് ദൈവദാസന്മാരെയും അല്ലെങ്കിൽ ബൈബിൾ പഠിതാക്കളെയും മുൾമുനയിൽ നിർത്താൻ നിരീശ്വരന്മാരും തത്വചിന്തകന്മാരും പാടുപെടുന്നത്. അല്ല, ക്രിസ്ത്യാനിറ്റിയുടെ ഏതാണ്ട് 2000 വർഷത്തെ ചരിത്രത്തിൽ യേശു എന്ന മനുഷ്യൻ വിമർശിക്കപ്പെടാതിരുന്ന ഒരു കാലഘട്ടമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയും 2000 years, 2000 വർഷങ്ങൾ, 2 സഹസ്രാബ്ദങ്ങൾ മനുഷ്യരാശിയുടെ മസ്തിഷ്ക മണ്ഡലങ്ങളിൽ, മനുഷ്യരാശിയുടെ ചിന്താതലങ്ങളിൽ, മനുഷ്യൻ്റെ ചർച്ചാമണ്ഡലങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന, നാളെയും ചർച്ച ചെയ്യപ്പെടേണ്ട അതുല്യ വ്യക്തിത്വത്തിൻ്റെ പേര് കർത്താവായ യേശു ക്രിസ്തു എന്നതാണ്. ഹല്ലേലൂയ. ആ പരമഗുരുവിനെ ഇന്ന് രാത്രി ഹൃദയത്തിൽ ഉൾക്കൊണ്ട നമുക്ക് ഒരേ സ്വരത്തിൽ ഒരേ ശക്തിയിൽ ഉലകത്തോട് മുഴുവൻ ഞാനും നിങ്ങളും അറിഞ്ഞ ആത്യന്തിക സത്യത്തെ ഇങ്ങനെ ആവർത്തിക്കാം: മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല.
സകല നാമത്തിനും മേലായ നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. അങ്ങനെ പാപമംഗലമായ ജീവിതത്തിൽ അധപ്പതിക്കപ്പെട്ടു പോയ നമുക്ക് വേണ്ടി കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ ജഡരൂപം എടുത്തു വന്ന് നിർണായകമായ ഘട്ടത്തിൽ പിതാവിൻ്റെ ഹിതപ്രകാരം കാൽവരിയുടെ കൊല്ലമരത്തിൽ എന്നേക്കും അർപ്പണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ വചനം കേൾക്കുന്ന നടുവിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആവർത്തിക്കട്ടെ, മറ്റൊരുവനിലും മറ്റെവിടെയും മറ്റെങ്ങനെയും രക്ഷയില്ല. മനുഷ്യരാശിയുടെ വിമോചകൻ കർത്താവായ യേശു ക്രിസ്തു മാത്രം. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവിടുത്തെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഈ രാത്രി ഈ രക്തത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ആ രക്തത്തിൻ്റെ പ്രവാഹം പുത്തൻ ഊർജ്ജമായി ഭവിക്കട്ടെ. ആ രക്തം വിടുതലായി തീരട്ടെ. ആ രക്തം രോഗശാന്തിയാകട്ടെ. ആ രക്തം ജീവൽ പ്രതിസന്ധികൾ അതിജീവിക്കുന്ന കരുത്തുറ്റ ഔഷധമാകട്ടെ. അത് പുത്തൻ നിയോഗമാകട്ടെ. ആ രക്തത്തിൻ്റെ ശക്തി ചെയ്തിരണം കൂടാതെ ഒരാളും ഈ പന്തൽ വിട്ടുപോകാൻ പാടില്ല. ഒരാളും ഈ പരിസരത്ത് ദൈവജനം കേൾക്കുന്നവർക്കിടയിൽ ആ രക്തത്തിൻ്റെ ശക്തിയുടെ ചൈതന്യത്തിൻ്റെ പുറത്തുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ഈ തിരുവചന ശക്തിയിലേക്ക് ഒരിക്കൽ കൂടി ആകർഷിക്കുന്നു. ദൈവജനത്തിൻ്റെ ആ വലിയ പ്രവാഹം, ആ വലിയ ഒഴുക്ക്, ആ വലിയ ഊർജ്ജം പുത്തൻ കൃപയോടെ പുത്തൻ ശക്തിയോടെ ആസ്വദിക്കാൻ വചനം കേൾക്കുന്നവർക്കൊക്കെ അത്യുന്നതൻ പ്രാപ്തനാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസിലേക്ക് തന്നെ വരാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പഠനത്തിലും വിശകലനത്തിലും കർത്താവിൻ്റെ അമ്മയായ മറിയെ ഞങ്ങളെന്തോ വില കുറച്ച് കാണിക്കുന്നു എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ മറിയത്തെ, അമ്മയെ വില കുറച്ച് കാണാൻ പറ്റുന്നത്? ഒരിക്കലും കഴിയില്ല. കർത്താവായ യേശുവിൻ്റെ അമ്മ വിശുദ്ധ മറിയം എന്ന് വിളിക്കാൻ ഞങ്ങൾക്കൊരു മടിയില്ല. മടിയുണ്ടോ? ഇല്ല. വിശുദ്ധ മറിയം, ആ പേരാണ് യോജിക്കുന്നത്. ആ പേര് യോജിക്കുന്ന ഒത്തിരി പേര് ബൈബിളിലുണ്ട്. വിശുദ്ധ മറിയം എന്ന് പറയാം, വിശുദ്ധ പൗലോസ് എന്ന് പറയാം, വിശുദ്ധ മത്തായി എന്ന് പറയാം. അവിടെ അങ്ങനെയാണെങ്കിൽ ഇന്ന് ലീഡ് ചെയ്ത ദിവാസനെ വിശുദ്ധ റെജി എന്ന് പറയാൻ പറ്റുമോ? പറ്റുമെന്ന് ആരും പറഞ്ഞില്ലെന്ന് സംശയമുണ്ടോ? ഇത് ഞാൻ പറഞ്ഞല്ല, തിരുവെഴുത്ത് പറയുന്ന സത്യമാണ്. നമ്മളെല്ലാം വിശുദ്ധന്മാരാണ്. വിശ്വാസം ഇല്ലല്ലേ? വിശ്വാസം ഉണ്ടോ? സ്തോത്രം. എങ്ങനെയാണ് നമ്മൾ വിശുദ്ധരായത് എന്നൊരു വാക്കിൽ പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരാം. എന്നോട് അടുത്ത കാലത്ത് ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് പൗരോഹിത്യം ഉണ്ടോയെന്ന് ചോദിച്ചു. എൻ്റെ കൂടെ വന്ന ഭാഷ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അബദ്ധം പറയരുത്, നമുക്ക് ആ പൗരോഹിത്യം ഉള്ളത്. പൗരോഹിത്യം ഇല്ലേ? പൗരോഹിത്യമുണ്ട്. നമുക്ക് മെത്രാനുണ്ടോ? ഉണ്ട്. നമുക്ക് പുരോഹിതനുമുണ്ട്, മെത്രാനുമുണ്ട്, ബിഷപ്പും ഉണ്ട്. ചർച്ചകോടിലൊക്കെ ബിഷപ്പും തന്നെയാണ് ഇപ്പോൾ എഴുതുന്നത്. എന്ത് ബിഷപ്പെന്ന് എഴുതിയാൽ തെറ്റാകുമോ? തെറ്റാകില്ലെന്ന് മാത്രമല്ല, അതാ ശരി, ബിഷപ്പാണ്. ഒരു സംശയം വേണ്ട. നിങ്ങൾ എന്നെ ബിഷപ്പ് പാനിൽ കൊടുത്തോടൊന്ന് വിളിച്ചാൽ ഞാൻ വലിയ സന്തോഷത്തോടെ കേൾക്കും. ചില അച്ഛനെന്ന് വിളിക്കാറുണ്ട്, അത് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ എനിക്ക് മക്കൾ 3, അതുകൊണ്ടാണ്. ഒരു തർക്കവും ഇല്ല കാര്യത്തിൽ. ചുരുക്കി പറഞ്ഞാൽ ബിഷപ്പ് എന്ന പേര് ചേരും, ഒരു കുഴപ്പമില്ല. അർത്ഥം അധ്യക്ഷനെന്നേ ഉള്ളൂ. മനസ്സിലായോ? ആ പേരിനോടൊന്നും അലർജി വേണ്ട, ശ്രദ്ധിച്ചിരിക്കണം. ഇതിനാ ഇത്രയും പറഞ്ഞെന്നറിയണ്ടേ? നമ്മൾ വിശുദ്ധരായ ഇതെങ്ങനെയാണെന്ന് ചിലർക്കൊരു സംശയം. പറയാം. പാപം എന്ന് പറഞ്ഞാൽ നിയമലംഘനത്തിൻ്റെ പേരാണ് പാപം. എന്തിനാ പോലീസ് ഫൈൻ അടിക്കുന്നത്? പോലീസ് ഫൈൻ അടിക്കുന്നതിനാ? എങ്ങനെ? നിയമലംഘനത്തിന്. അപ്പം നിയമലംഘനത്തിന് ഫൈൻ അടിക്കാൻ പോലീസ് നിൽക്കുന്നത് വളവിന് വന്നാൽ അതാ വേറെ രസം. തൊപ്പി വെച്ചിട്ടുമില്ല. ഞാനിന്നുവരെയും തൊപ്പി വെച്ചിട്ട് പോലീസുകാരനെ വഴി കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഇതുവരെ. ഞാൻ വിവരാവകാശം അനുസരിച്ച് എഴുതി ചോദിച്ചിട്ടുണ്ട്, ഇത് ഇവർക്ക് ഇങ്ങനെ നിന്ന് ഫൈൻ അടിക്കാമോ? ഇതുവരെ മറുപടി വന്നില്ല. 30 ദിവസത്തിനുള്ളിൽ മറുപടി വരേണ്ടതാണ്. അവരെ അത് വെപ്പിക്കാമോ നമുക്ക് നോക്കണമല്ലോ. നിയമലംഘനം അവരും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുക, ഫൈൻ അടിക്കുക. അപ്പോൾ ഈ ഫൈൻ അടിക്കുമ്പോൾ 1 വേ തെറ്റിച്ചാൽ ഫൈനുണ്ട്, ഹെൽമറ്റ് വെക്കാതെ പോയ ഫൈനുണ്ട്. പക്ഷെ ഒരു ദിവസം ഈ നിയമം അപ്രസക്തമാക്കി എന്ന് വെക്കുക. എക്സാമ്പിൾ, ഈ ബന്ധമൊക്കെ വരുമ്പോൾ നമ്മുടെ ബുക്കും പേപ്പറും ഒന്നും ചോദിക്കേണ്ട, ആളുകൾ യഥേഷ്ടം യാത്ര ചെയ്തോട്ടെ എന്നൊരു നിയമം കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരാം സർക്കാരിന്. അപ്പോൾ അന്ന് നമ്മൾ അങ്ങനെ പോകുന്നത് പാപമല്ല. സത്യത്തിൽ നമ്മുടെ കാറിൽ മറ്റൊരാൾക്ക് ലിഫ്റ്റ് കൊടുക്കാൻ പാടില്ല, അതിന് ടാക്സി ഉള്ളത്. നിങ്ങളുടെ കാറ് നിങ്ങൾക്കും നിങ്ങളുടെ മകനും നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും പോകാനുള്ളതാണ്. അത് അയൽക്കാർക്ക് പോലും പോകാൻ നിയമമില്ല. അപ്പോൾ അതിനാ ടാക്സിക്കാരനുള്ളത്, അതിലാണ് പോകേണ്ടത്. പക്ഷെ ചില ദിവസങ്ങളിൽ ഈ നിയമത്തിന് അഴിവ് വരും, കാരണം വേറെ വാഹനമില്ല. അപ്പോൾ അത് പാപമല്ല, പെറ്റി എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ നിയമത്തിൻ്റെ ദാതാക്കൾ ആണ്
ആ നിയമം ഉണ്ടാക്കുന്നവരാണ് സത്യത്തിൽ നിയമം ഫലപ്രദമായി അപ്ലൈ ചെയ്യാൻ പോലീസിനാക്കിയിരിക്കുന്നത്. അത് അപ്ലൈ ചെയ്യേണ്ട ആളുകളാണ്. മറുവശത്ത് അതുകൊണ്ടാണ് നിയമം സൂക്ഷിക്കേണ്ട ആളുകൾ പോലീസ് നമ്മെ അടിച്ചു. ലാത്തി ചാർജ് അല്ല, അവിടെ കൊണ്ടുള്ള ഉരുട്ടല്ല പറഞ്ഞ്, വഴി വെച്ച് അടിച്ചു. ഇപ്പോൾ പിരിഞ്ഞു പോകുന്നില്ല, അടിച്ചു. 10-20 പേര് ഇങ്ങനെ കൂടി നിൽക്കുന്നു, അടി തലയെല്ലാം അടിച്ച് പൊട്ടിച്ച് നമ്മൾ താഴെ വീണു. പോലീസിൻ്റെ പേരിൽ കേസെടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആ ബഹളം വെച്ചതിൻ്റെ പേരിൽ ഇവിടുത്തെ പോലീസിനെ എറണാകുളത്തിനൊന്ന് സ്ഥലം മാറ്റും. എന്തിനാണെന്നറിയോ? നിങ്ങളുടെ വികാരം തണുക്കാൻ അങ്ങോട്ട് മാറ്റും. തന്നെയല്ല, ഈ പോലീസിന് ഈ എന്താ പറയുക, നെല്ലാടും മഴുവണ്ണൂരും പരിസരത്തുള്ളവരെ അടിച്ചടിച്ച് പുള്ളി അങ്ങ് മടുത്തു, ബോറടിച്ചു. ഇപ്പോൾ ഈ ബോറടി ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി പുള്ളിയെ കോട്ടയത്തിന് വിട്ടു. പുള്ളി ഒന്ന് ഫ്രഷ് ആവും, പുതിയ ആളുകളെ കണ്ടല്ലോ, അവിടെ ആ പണി തുടങ്ങും. എന്തിനാ ഇത്തരം പറഞ്ഞെന്നറിയണ്ടേ? പോലീസ് ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റിന് വേണ്ടിയാണ് പോലീസ് അടിച്ച, വൈരാഗ്യത്തിന് അടിച്ചതല്ല. സ്റ്റേറ്റ് പറഞ്ഞു അടിക്കല്ലെങ്കിൽ ഇവിടെ വലിയ പ്രശ്നം വരും. സ്റ്റേറ്റിൻ്റെ ഓർഡറാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി ഉണ്ട് അവർക്ക്, പരിരക്ഷ. ജഡ്ജി ഉത്തരവിട്ടു, ആ ഉത്തരവ് ഒരു പക്ഷേ അപാകത നിറഞ്ഞതാണെങ്കിലും ജഡ്ജിയുടെ പേര് കേസ് വരത്തില്ല. ജഡ്ജിയുടെ ഉത്തരവ് അപാകതയുള്ളതാണ്, കേസ് വരില്ല. കാരണം ജുഡീഷ്യൽ ഇമ്മ്യൂണിറ്റി അദ്ദേഹത്തിനുണ്ട്. മേൽക്കോടതി അദ്ദേഹത്തെ ശാസിക്കും, അദ്ദേഹം എഴുതുന്ന വിധിന്യായങ്ങളെ വിമർശിക്കും, നമുക്കും വിമർശിക്കാം. പക്ഷേ അതിൻ്റെ പേരിൽ ജഡ്ജിയുടെ പേരിൽ കേസെടുക്കാൻ പറ്റില്ല. അപ്പം നിയമം ഉണ്ടാക്കുന്നവരുണ്ട്, സംരക്ഷിക്കേണ്ടവരുണ്ട്, വ്യാഖ്യാനിക്കേണ്ടവരുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിയമം പ്രബലമാകുന്ന ഇടത്തെ നിയമലംഘനത്തിന് പ്രസക്തിയുള്ളൂ. നിയമമില്ലാത്തയിടത്ത് നിയമലംഘനം ഇല്ല. അപ്പോൾ ഈ നിയമം തന്നവന് നിയമത്തെ അഴിക്കാൻ അധികാരമുണ്ട്. ഉണ്ടോ? ഉണ്ട്. നിയമം തന്നവൻ, അല്ലെങ്കിൽ നിയമദാതാവ് നിയമത്തിൻ്റെ കീഴിലാണെന്ന് വരും. ഏത് നിയമവും അഴിക്കാൻ നിയമദാതാവായ കർത്താവിന് അവകാശമുണ്ട്. ഏത് നിയമം അഴിക്കാൻ. ഒരിക്കലും അവൻ നിയമത്തിന് കീഴിലല്ല. ജനിച്ചത് ന്യായപ്രമാണത്തിന് കീഴില. നിയമത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങാൻ നിയമം ചോദിച്ച പെനാൽറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ശിക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ വിശുദ്ധരാകുന്ന അങ്ങനെയാണ്. നമുക്ക് വേണ്ടി എന്ത് തെറ്റ് ചെയ്തു ആ തെറ്റിന് തക്ക പ്രായശ്ചിത്തം കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ വിശുദ്ധരായി. അതിനൊരു ഉദാഹരണം പറയാം. മഹാനായ അലക്സാണ്ടർക്ക്, എൻ്റെ സ്നേഹിതൻ ബോവസ് ഇവിടെ ഉണ്ട്. അലക്സാണ്ടർ എന്ന് കേൾക്കുമ്പോഴേ പുള്ളിക്ക് എന്തോ വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പോട്ടെ. മഹാനായ അലക്സാണ്ടർക്ക് ഒരു കുതിരയുണ്ടാകുന്നു. ആ കുതിരയുടെ പേര് ബ്യൂസിഫാലസ് എന്നായിരുന്നു. എങ്ങനെയാ? ആ പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയാട്ട്. ഇന്ന് രാത്രി വിടുതലാ? ഇല്ലല്ലോ. ഇനി ഒത്തുപോയാൽ രക്ഷയില്ല. അതുകൊണ്ട് പറഞ്ഞാൽ ചിലടത്ത് ചെന്ന് 80 പേര് ഇതെന്താന്ന് കേൾക്കാതങ്ങ് കൈ പോക്കുക. അതുകൊണ്ട് പറഞ്ഞ ബ്യൂസിഫാലസ്. ഈ ബ്യൂസിഫാലസ് ഒരു പെൺകുതിരയായിരുന്നു, അല്ലെങ്കിൽ യുദ്ധത്തിന് പെൺകുതിരയാണ് കൊണ്ടുവന്നത്. 2 ഇനം മാത്രം പെൺവർഗ്ഗങ്ങൾക്ക് ഡിമാൻഡുണ്ട് ചരിത്രത്തിൽ. ഒന്ന് കുതിരയും മറ്റൊന്ന് നായുമാണ്. മനസ്സിലായില്ലേ? പെൺപട്ടിക്കാണ് ഡിമാൻഡ്, ആൺപട്ടിക്കല്ല. പോലീസ് നായൊക്കെ പെണ്ണാണ്. മറ്റേ നായ്ക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, പുള്ളി സ്ഥലത്തില്ല, മിനിസ്ട്രിയാണ്, ഫുൾ ടൈം ഹൗസ് വിസിറ്റിംഗ് ആണ്. ടൈം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. മറ്റേ കക്ഷി വീട്ടിൽ കാണും, അതുകൊണ്ടാണ് പെൺനായ്ക്കൾക്ക് ഡിമാൻഡ്. പെൺകുതിരയും ഉണ്ട്. ഇങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഒത്തിരി വിശദീകരിക്കുന്നില്ല. ഈ പെൺകുതിര അലക്സാണ്ടർ ഇങ്ങനെ കൊണ്ടു നടക്കുക. ഈ കുതിര എല്ലാവരുടെ ഇണങ്ങുകയില്ല, ഒരാളോടോ 2 പേരോടൊക്കെ ഇടങ്ങുള്ളൂ. അതും അലക്സാണ്ടറുടെ കുതിരയാ നിർത്തുകൊള്ളണം. ഒരു യാത്ര യുദ്ധം കഴിഞ്ഞ് വരും വരവിൽ വിശ്രമിച്ചിട്ട് ഈ കുതിരപ്പുറത്തേക്ക് കയറും വഴിക്ക് കുതിര ഇടഞ്ഞു. കുതിര ഇടഞ്ഞിട്ട് അലക്സാണ്ടറെ കറക്കി ഒരേറാണ്. അദ്ദേഹം ഇങ്ങനെ പറന്നു വന്ന് കാൽ നിലത്തി ചവിട്ടി വെച്ച് വീഴാൻ തുടങ്ങുകയും ഒരു മനുഷ്യൻ ഓടിച്ചെന്നു. ചെരിയാൻ തുടങ്ങിയ അലക്സാണ്ടറെ ഇനി താങ്ങിയെടുത്തു. അഗാധ കുഴിയിൽ പതിക്കേണ്ട ഇടത്തു നിന്ന് ഇങ്ങോട്ട് മാറ്റി രക്ഷിച്ചിട്ട് ഇങ്ങോട്ട് കുതിച്ചു പാഞ്ഞു വരുന്ന ആ കുതിരയുടെ കടിഞ്ഞാണിൽ പിടിച്ചൊന്ന് വലിച്ചു. നല്ല പണിയറിയാവുന്ന കാരണവരായിരുന്നു. പിടിച്ചങ്ങോട്ട് കെട്ടി കുതിര അവിടെ നിന്നു. പുള്ളി ഒന്ന് വിശ്വസിച്ചു. ഈ കുതിരയൊന്ന് തഴുകി കുതിരയെ മര്യാദയ്ക്ക് അവിടെ നിന്നു. വേച്ച് വിറച്ച് നേരെ നിന്ന് അലക്സാണ്ടർ നോക്കുമ്പോഴുണ്ട് സൈന്യാധിപന്മാരെല്ലാം പല വഴിക്ക് ഓടുന്നു. ഭയങ്കരമാണ്. ഞാൻ ഹൈറേഞ്ചിലൊരിക്കൽ പ്രസംഗിക്കുമ്പോൾ ഈ കല്ല് ചെത്തിയിട്ടൊരു മനുഷ്യൻ നീളമുള്ളൊരു തേറും കൊണ്ടുവന്നൊരു ഒറ്റ വേട്ടാണ്.
ഇങ്ങനെ നിൽക്കുക സ്റ്റേജിൽ. ഒരു വെട്ടും 2 തെറിയുമാണ്. തെറി എന്ന് പറഞ്ഞാൽ ഈ ആപ്പ തെറിയൊന്നുമല്ല, നല്ല സ്റ്റാൻഡേർഡ് തെറി, 24 കാരറ്റ് വരുന്ന സൈസ്. അതിനകത്തു കൂടി ഇങ്ങനെ എക്കോ അടിച്ച് കേട്ടുകൊണ്ടിരിക്കുക ആൾക്കാർ. ഒറ്റ വെട്ടിന് ഇതെല്ലാം കൊണ്ടേ. അതാ ഞാനിതൊക്കെ വെക്കുന്നതിൻ്റെ പിന്നിൽ പോലെ ടെക്നിക്കുണ്ട്, മനസ്സിലായില്ലേ? ഞാൻ നോക്കുമ്പോൾ സകല റൈറ്റ് റവറണ്ടും സ്റ്റേജിൽ നിന്ന് ഓടി. വാക്യം വായിക്കുന്നൊരു പെങ്കൊച്ച് ഒട്ടിപ്പുണ്ട്. ഇവർക്കറിയിക്കുക സുലേഖ എന്ന് പറഞ്ഞൊരു പെണ്ണ് പാടുന്ന ഒച്ച. ആ പാവ അവിടെ ഇരിപ്പുണ്ട്. അന്നാ എനിക്ക് മനസ്സിലായി ഈ റവറണ്ടെന്ന് വെച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ലെന്ന്. മനസ്സിലായില്ലേ? റൈറ്റ് റവറണ്ട് ഇറങ്ങി ഓടുക. നമ്മളൊന്നും ഓടില്ല അങ്ങനെ. അതിന് കാര്യം വേറെയാണ്. പോട്ടെ. അപ്പോൾ അലക്സാണ്ടറെ ബ്യൂസി പാലസ് എടുത്ത് എറിഞ്ഞ് ശാന്തമാക്കി. രക്ഷപ്പെട്ട അലക്സാണ്ടർ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഓ ക്യാപ്റ്റൻ, നീ രക്ഷിച്ചത് എൻ്റെ പ്രാണനെയാണ്, നന്ദി. ഈ പ്രായമുള്ള റിട്ടയർഡാകാൻ കാത്തിരിക്കുന്ന ആ മനുഷ്യൻ പറഞ്ഞു, പ്രഭു, ഞാൻ ക്യാപ്റ്റനല്ല, ഒരു സാധാരണ പടയാളി. പ്രായവും പരിചയമൊക്കെ വെച്ച് നോക്കിയാൽ എനിക്കൊരിക്കലും ക്യാപ്റ്റനാകാൻ പറ്റില്ല. വിദ്യാഭ്യാസമില്ല, എല്ലാം കൊണ്ടും ഏതാണ്ട് റിട്ടയറാകാൻ അടുത്ത് കാത്തിരിക്കുന്ന ഞാൻ ക്യാപ്റ്റനല്ല. അലക്സാണ്ടർ പറഞ്ഞു, നോ, നീയാണ് ക്യാപ്റ്റൻ. പിന്നെ അതെങ്ങനെ വിഷമിച്ച് നിൽക്കുക. അലക്സാണ്ടർ പറയടാ, നീയാണ് ക്യാപ്റ്റൻ. അവസാനം മന്ത്രി പറഞ്ഞു കൊടുത്തു. രാജാവ് പറഞ്ഞതിൻ്റെ അർത്ഥം പിടികിട്ടിയോ? ഇല്ല. എടാ, നിന്നെ ക്യാപ്റ്റനാക്കാനും ആക്കാതിരിക്കാനും നിയമമുണ്ടാക്കുന്ന നാവാ പറഞ്ഞത് നീ ക്യാപ്റ്റനാണ്. അവൻ പറഞ്ഞാൽ പിന്നെ നിന്നെ ക്യാപ്റ്റനല്ലാതാക്കാൻ ഒരുത്തനും കഴിയില്ല. ഇങ്ങനാ ഞാൻ വിശുദ്ധനായത്. നിങ്ങൾ വിശുദ്ധനായ വഴി മനസ്സിലായോ? അധികാരമുള്ളവൻ ഒരു ദിവസം പറഞ്ഞു, കൊരിന്തിലെ വിശുദ്ധന്മാരെ, എഫെസോസിലെ വിശുദ്ധന്മാരെ, അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ, ഈ ഒരൊറ്റ വിളിയോടെ നമ്മളും വിശുദ്ധരായി. ജീവിതത്തിൽ ചെയ്തു വച്ച വിശുദ്ധി കൊണ്ടല്ല, നിയമം തന്നവൻ, നിയമത്തിൻ്റെ ദാതാവ്, തെറ്റും ശരിയും നിർവചിച്ചവൻ, ആ നാവ് കൊണ്ട് നമ്മെ വിശുദ്ധരാക്കിയിട്ട് നീതീകരിച്ചിട്ട് നമുക്ക് ചാർത്തിത്തന്ന പട്ടമാണ് വിശുദ്ധൻ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം പറയുന്നത് വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അതിൽ പ്രോഗ്രസീവായി അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കണം. ഇതാണ് ഈ പറഞ്ഞു വെച്ചതിൻ്റെ മാനദണ്ഡം. മനസ്സിലായോ? അപ്പോൾ പൗലോസ്ലീഹയിലേക്ക് നമുക്ക് വരണം. പൗലോസ്ലീഹ എന്ന മനുഷ്യൻ നമ്മുടെ കർത്താവിനെ കണ്ടതും അറിഞ്ഞതുമായ സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. അദ്ദേഹം യേശുവിനെ സ്വീകരിച്ചത് താത്വികമായ ഏതെങ്കിലും ചർച്ചകളിൽ, സംവാദങ്ങളിൽ പോയൊന്നും പങ്കെടുത്തല്ല. അദ്ദേഹം യേശുവിനെ സ്വീകരിക്കാൻ ഇടയായൊരു സന്ദർഭം ഞാനൊന്ന് ബോധ്യപ്പെടുത്താം. നിങ്ങൾക്കറിയാം. അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ചരിത്രപരമായി പറയേണ്ടതുണ്ട്. ഇദ്ദേഹം ഒരു മതതീവ്രവാദിയായ മനുഷ്യനായിരുന്നു. മതവിശ്വാസിയും മതതീവ്രവാദിയും തമ്മിൽ ഉള്ള വ്യത്യാസം അറിയോ? മതവിശ്വാസി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മതം ശരിയാണ് എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവരൊക്കെ അത് വിശ്വസിച്ചാൽ കൊള്ളാം, വിശ്വസിച്ചില്ലെങ്കിലും പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ല. തീവ്രവാദി അങ്ങനല്ല. അവൻ വിശ്വസിക്കുന്നത് താൻ സേവിക്കുന്ന ദൈവത്തിന് ഏറ്റവും ഇഷ്ടം അന്യമതത്തിൽപ്പെട്ടവൻ്റെ ചോരയാണ്. അവൻ എന്തും ചെയ്യാൻ അവൻ മടിയില്ല. പറയുന്നത് സമാധാനത്തെ പറ്റിയാകും, കൊന്നോണ്ടാ പറയുന്ന സമാധാനം. ഈ പ്രസംഗിക്കുമ്പോഴും പാടുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴൊക്കെ പറയും ദൈവം മനസ്സല്യമുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓരോ പേർക്ക് ഇതാണ് തീവ്രവാദി. ചില ആൾ പറയും ദൈവം കരുണാമയനാണ്, കരുണാനിധിയാണ്, ജയലളിതയാണെന്നൊക്കെ പറയും. കരുണാനിധിയല്ല, ജയലളിതയല്ല, മാരനുമല്ല, സ്റ്റാലിനുമല്ല എന്ന് കാര്യത്തിലെടുക്കുമ്പോൾ മനസ്സിലാവും. ഈ ടൈപ്പ് അടിക്കുന്ന കക്ഷികളുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ അറിയാൻ ഞങ്ങളുടെ ചർച്ചകളൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്, കണ്ടാൽ മതി കക്ഷികളെ. അങ്ങനെ വാക്കിനാലൊന്നും പെട്ടെന്ന് നിങ്ങൾക്ക് എന്നെ കുരുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടായി പറയേണ്ടത് പറയുകയും ചെയ്യണം. ചിലയിടത്തേ ചെല്ലാവുള്ളൂ. അതാണ് എൻ്റെ കാര്യം. അങ്ങനെ അളന്ന് തൂക്കി കുറിച്ച് നമുക്ക് പൊതുവേദികളിൽ സംസാരിക്കാൻ അനുവാദമുള്ളൂ. ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോഴേ പൗലോസ് ഒരു മതതീവ്രവാദി. അദ്ദേഹത്തിൻ്റെ മതത്തിന് വേണ്ടി എരിവോടെ കൊന്നുമുടിപ്പിക്കാൻ പോകുകയാണ്. കൊന്നുമുടിപ്പിക്കാൻ പോകും വഴിക്ക് ഒരു മനുഷ്യൻ്റെ പ്രസംഗം അവിചാരിതമായി കേട്ടു. അത് വേറെ ആരുമല്ല, സ്റ്റെഫാനോസ്. ഈ സ്റ്റെഫാനോസ് എന്ന മനുഷ്യന്
പൗലോസിനെപ്പോലൊരു പൂർവ്വചരിത്രമില്ല. അദ്ദേഹം ഭക്ഷണപാനീയങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സേവനത്തിൽ സഭയുടെ ശുശ്രൂഷകനായി നിയമിക്കപ്പെട്ട ആത്മനിറവും പരിജ്ഞാനവുമുള്ള 7 പേരിൽ ഒരാളായി തിരുസഭയെ സേവനം ചെയ്യുന്ന ഒരു കർത്തൃദാസനാണ്. കിച്ചണിൽ പണിയെടുക്കുകയാണ്. അവിടേക്ക് കൊണ്ടുവരുന്ന പല വ്യഞ്ജനങ്ങൾ ശേഖരിക്കുകയാണ്. അതിൻ്റെ അളവും കണക്കുമൊക്കെ എഴുതുകയാണ്. വിവേചനം കൂടാതെ എല്ലാ ആളുകളിലേക്കും അത് എത്തിച്ചു കൊടുക്കുകയാണ്. ആ വലിയ സേവനം ചെയ്യുന്ന ഒരുവന് കൊടുക്കാൻ കിട്ടുന്ന പരമാവധി പ്രമോഷൻ എന്താ? അദ്ദേഹത്തിന് ആ തസ്തികയിൽ നിന്ന് ഉയർന്നൊരു തസ്തികയിൽ ഒരു കാര്യവിചാരകനാക്കാനേ പറ്റൂ. പക്ഷെ ദൈവം സ്തെഫാനോസിൻ്റെ ആത്മനിറവിനെ, ആ കൃപയെ ജ്വലിപ്പിക്കാൻ ഒരിക്കലായി ഒരു പൊതുസ്ഥലത്ത് കൊണ്ടുവന്നു. ആ സ്ഥലം ഇന്നും വിശ്വാസികൾ ആദരവോടെ ജെറുസലേമിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സെൻറ്റ് സ്റ്റീവൻസ് ഗേറ്റ് എന്ന പേരിൽ. ആ ഗേറ്റിൻ്റെ അരികിൽ ഏറുകൊണ്ട് നിലംപരിയാകുന്ന ആ കർത്തൃദാസൻ്റെ സ്മരണ നിലനിർത്താൻ അവിടെ നിന്നും സന്ദർശകർ പാട്ടുപാടാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ധീരോചിതമായ ആ പ്രഭാഷണത്തെ അനുസ്മരിച്ചുകൊണ്ട് അവിടെ ശുശ്രൂഷകൾ നിർവഹിക്കാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. അദ്ദേഹം അവിടെ വെച്ച് വിചാരണ ചെയ്യപ്പെടുകയാണ്. മഹാപുരോഹിതനുണ്ട്, നൂറുകണക്കിന് ആളുകൾ കാണാനുണ്ട്. സന്നിധിരി എന്ന കൗൺസിൽ അവരുടെ നിയമനിർമ്മാണ കൗൺസിലാണ്. അത് അവിചാരിതമായി സമ്മേളിച്ചിട്ടുണ്ട്. അവിചാരിതമായി സമ്മേളിച്ച ആ കൗൺസിലിനൊരു നിയമമുണ്ട്. നമ്മൾ സന്നിധിരി എന്ന് പറയുന്ന കോടതിയാണ്. ഈ കോടതിയുടെ നിയമം പലയിടങ്ങളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി വളരെ ലളിതമായിട്ടൊന്ന് ആവർത്തിക്കാം. സന്നിധിരി എന്ന് പറയുന്ന കോടതിയിൽ 70 അംഗങ്ങളാകെയുണ്ട്. 70 അംഗങ്ങളും എപ്പോഴും വന്നുകൊള്ളണമെന്നില്ല. ആ 70 അംഗങ്ങൾ ഇല്ലാതിരിക്കുന്ന ഘട്ടത്തിൽ എത്ര പേരുണ്ട്, ആ ആളുകൾ 2ആയി തിരിയണം. മഹാപുരോഹിതൻ നടുക്ക് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യണം. ബാക്കി ആളുകൾ 2 ഭാഗത്തേക്ക് തിരിയണം. 70 അംഗങ്ങളും വന്നാൽ അത് ഫുൾ കോർട്ടാണ്. അവർ 35 വീതം 2ഇടത്തേക്കും തിരിയണം. മഹാപുരോഹിതൻ ആരോപണബാധിതനായ ആ കുറ്റവാളിയെ കൊണ്ട് നടുവിൽ നിർത്തണം. മഹാപുരോഹിതൻ ആ കുറ്റപത്രം വായിച്ച ശേഷം കുറ്റം നിഷേധിക്കുന്നുവോ എന്ന് ചോദിക്കണം. നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ മഹാപുരോഹിതൻ ആദ്യം തൻ്റെ ഇടത്തിരിക്കുന്നവരെ നോക്കണം. ഇടത്തിരിക്കുന്നവർ ആ സമയത്ത് അവൻ്റെ കുറ്റപത്രം നന്നായി പഠിച്ചിട്ട് ഒരുവൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, പ്രഭോ, കേട്ടിടത്തോളം, മനസ്സിലാക്കിയിടത്തോളം, സാക്ഷിമൊഴികൾ ഗ്രഹിച്ചയിടത്തോളം ഇവൻ കുറ്റവാളിയാണ്. ഇത്തരം കുറ്റവാളികൾ നമ്മുടെ സമൂഹത്തിന് ആപത്താണ്. അവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ മോശയുടെ ന്യായപ്രമാണം വിധിക്കുന്നു. അതുകൊണ്ട് കല്ലെറിയണം. മഹാപുരോഹിതൻ വലത്തോട്ട് നോക്കും. വലത്തോട്ട് നോക്കുമ്പോൾ അവിടെ ഒരാളെങ്കിലും എഴുന്നേറ്റിട്ട് പറയും, പ്രഭു, ഈ തെളിവൊക്കെ കേട്ടു, പക്ഷെ അത് ദുർബലമല്ലേ? ഇത് കല്ലെറിഞ്ഞുള്ള കൊലയല്ലേ? ഒരു മനുഷ്യൻ്റെ പ്രാണൻ വെച്ചുള്ള കളിയല്ലേ? ഇത് തെറ്റായ തെളിവുകളാണെങ്കിൽ നാം ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. മുട്ടിലിടയുന്ന അവൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, പ്രായാധിക്യം കൊണ്ട് കണ്ണുമങ്ങിയ അപ്പനെയും അമ്മയും ഓർത്ത്, വിധവയാകാൻ പോകുന്ന അവൻ്റെ ഭാര്യ ഓർത്ത് അവന് ഒരു ഇളവ് കൊടുക്കണം. അവൻ സങ്കേത നഗരത്തിലേക്ക് ഓടിപ്പോയി അവിടെ പാർക്കട്ടെ. കുറ്റം തെളിയുന്നത് വരെ അവിടെ പാർക്കട്ടെ. ഈ തെളിവൊന്നും പോരാ. വീണ്ടും ഇടത്തേക്ക് നോക്കും. ആളുകൾ ക്ഷുഭിതരായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് വാദപ്രതിവാദങ്ങൾ ഉരുത്തിരിയും. നിയമത്തെ നിയമം കൊണ്ട് കൊല്ലുന്ന കോടതി മുറിയുടെ അന്തരീക്ഷം സംജാതമാകും. ആരവാരങ്ങൾ ശക്തിപ്പെടുമ്പോൾ കൂടുതൽ വ്യക്തതയുള്ള തെളിവുകളുമായി ആര് രംഗത്ത് വരും, അതനുസരിച്ചിരിക്കും ഇവൻ്റെ ഭാവി. അപ്പം അവൻ നോക്കുന്ന അങ്ങോട്ടെന്നറിയോ? വലത്തോട്ട് നോക്കും. രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ? സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? കുറേ കഴിയുമ്പോൾ ഈ വലഭാഗത്തെ ആരവാരം കെട്ടടങ്ങും തോറും ജീവിതത്തെക്കുറിച്ചുള്ള അവൻ്റെ പ്രതീക്ഷകൾ അറ്റുപോകും. കല്ലെറിയാൻ കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. അവർ കയ്യിൽ കല്ലും പിടിച്ചു നിൽക്കുക. അടുത്ത ഏറ് തുടങ്ങാൻ പോയ ആദ്യത്തെ ഏറ് മഹാപുരോഹിതൻ തുടങ്ങി വെക്കും. ബാക്കി എറിഞ്ഞിട്ട് ഒരു പടുകുത്തൻ കൽക്കൂന ഉണ്ടാക്കി വെക്കണം. ഈ കൽക്കൂനക്കുള്ളിൽ നിന്ന് ശവശരീരം മറവ് ചെയ്യാൻ ആളുകൾക്ക് വരാം. ഇതാണ് നിയമം. ആ കൽക്കൂന എന്നാലും അവിടെ മാറ്റിയിട്ടേക്കണം, കളയാൻ പാടില്ല. വരും തലമുറ ചോദിക്കണം, എന്താ ഈ തിരുവോരത്തൊരു കൽക്കൂന? ഇപ്പോൾ പറഞ്ഞു കൊടുക്കണം, ഒരു മതദ്വേഷിയെ, ഒരു തെറ്റായ അധർമ്മം പ്രവർത്തിച്ചവനെ കൊന്നു കൊലവിളിച്ചതിൻ്റെ സ്മാരക സ്തംഭമാ ആ കാണുന്നത്. തലമുറ തെറ്റാവർത്തിക്കാതിരിക്കാൻ ഇത്തരം പരസ്യ വിചാരണയുടെ ഇടത്തേക്ക് ധന്യനായ സ്തെഫാനോസിനെ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് നിർത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കോടതി മുറിക്കുള്ളിലാണ്. കോടതി മുറിക്കുള്ളിൽ കൊണ്ടുവരുന്നത് എളുപ്പമാണെന്ന് ആൾക്ക് തോന്നും.
പ്രമുഖരായ രാഷ്ട്രീയക്കാർ പലരും അതിനകത്ത് ബോധമില്ലാതെ വീണതറിയോ? മുമ്പേ പറഞ്ഞല്ലോ, പുരക്ഷി തലൈവി പോലും അതിനകത്ത് തലയിറങ്ങി വീണു. കേൾക്കുമ്പോൾ എളുപ്പം അതിനകത്ത് ചെന്ന് നിന്ന് നോക്കണം, പരിപാടി അറിയാം. അവിടെ കൊണ്ട് നിർത്തി സ്തെഫാനോസിനെ. പതറിപ്പോവും. നമ്മളെയൊക്കെ നിർത്തിയാൽ ചോദിക്കും, നീ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചായിട്ട് നിന്നെപ്പറ്റി കേട്ടല്ലോ, നേരാണോ? നമ്മളെന്താ പറയും? നേരാണ്, ഒരു പ്രസംഗമൊക്കെ അല്ലേ, അതിനകത്ത് നമ്മളിപ്പോൾ ഇച്ചിരി ആവേശമൊക്കെ കയറി പറഞ്ഞല്ല, ഞാൻ ഒന്ന് ഓർത്ത് പറഞ്ഞല്ല. നീ കോടതിക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ. അങ്ങനെ യേശുവിൻ്റെ അനുഗാമികൾ തല കുനിക്കുന്നവരല്ല. അരിമനാഥനായ യേശുവും തല കുനിച്ച ചരിത്രമില്ല. അവനാ നമ്മുടെ ആരാധ്യൻ. അല്ല, പൗലോസ് ദൈവമാക്കിയതല്ല, ആ വഴിക്കാണ് വരുന്നത്. ശ്രദ്ധിച്ച് പറയാം. ഇതിനു മുമ്പ് നമ്മുടെ കർത്താവിനെ കൊണ്ട് ഇതുപോലെ നിർത്തിയ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസിനെ രണ്ടാം കൊണ്ട് നിർത്തുക. ചരിത്രത്തിൽ യേശുവിനെ കൊണ്ട് നിർത്തി. അതിനുമ്പ് യേശുവിനോട് കാണിച്ച ഹീനകൃത്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. യേശുവിനെ അടിച്ചു, ചാട്ടവാറിനാൽ അടിച്ചു പീഡിപ്പിച്ചു, തലയിൽ മുൾക്കിരീടം വെച്ചു, അപഹസിക്കാൻ വേണ്ടിയിട്ട് യേശുവിൻ്റെ കയ്യിൽ ചെങ്കോലും നിലയങ്കിയൊക്കെ ധരിപ്പിച്ചു, അടിച്ച്. അങ്ങനെ രണ്ടടി കഴിയുമ്പോഴേ മാനസികമായിട്ട് തകരൂലേ? ഒരു ജനാവലിയുടെ മുഴുവൻ നേതാവാ, ജനങ്ങൾ ബഹുമാനിക്കുന്ന ആദരവുള്ള ഗുരുവാ, പൊതുസമക്ഷമിട്ട് അടിച്ചുപദ്രവിച്ചു വലിച്ചിരച്ചു കൊണ്ടുവരിക. ഭീകരമല്ലേ ആ രംഗം? എത്ര കിരാതമാണ് ആ രംഗം! ഞാൻ ചിലപ്പോഴൊക്കെ FIR-ൽ വൈകിട്ട് മനോരമയും ഏഷ്യാനെറ്റും കാണിക്കുന്ന വാർത്തയിൽ അധ്യാപകരെ വൈകിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന് പോലീസിനെ കാണും. സാറിൻ്റെ കുറ്റം എന്താ? കുഞ്ഞിനിട്ട് അടിച്ച വഴിക്ക് അവൻ്റെ കൈ പൊട്ടി. നമ്മളൊക്കെ എന്തടി കൊണ്ട് വളർന്നവരാലോചിച്ച്. അന്നൊക്കെ FIR ഇല്ലാഞ്ഞത് സാറിൻ്റെ ഭാഗ്യം. പക്ഷേ ഈ അടിയും കൊണ്ടിട്ട് വീട്ടിൽ വന്ന് കാർന്നവരെടുത്ത് പറഞ്ഞാൽ അതിന് വേറെ അടി നമുക്ക് ഇല്ലേ? അന്നും ആരും കേസിന് പോവില്ല. മാഷിനോടുള്ള ബഹുമാനം അതാണ്. പക്ഷേ സാറ് കുഞ്ഞിനെ അടിച്ചത് ക്രൂരമാകാൻ പാടില്ലെങ്കിലും ആ മാഷിനെ മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് വിലങ്ങും വെച്ച് പോകുന്ന കാണുന്നൊരു വിഷമം. അങ്ങനെയല്ല അതൊന്നും ശിക്ഷിക്കേണ്ടത്. കാലഹരണപ്പെട്ട പ്രാകൃത നിയമങ്ങളതൊക്കെ. കുട്ടിയെ തല്ലിയതിന് ശിക്ഷ കൊടുക്കാന്നേ. അയാളെ ഇത്തിരി ആക്ഷേപിക്കണോ? ഒന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ നിയമത്തിൻ്റെ ചില പ്രശ്നങ്ങളായത് നമ്മൾ കണ്ടു. ഒരുത്തൻ മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് വെള്ളമടിച്ച് രാത്രി കാറും പാഞ്ഞു എന്ന് ഒരു മാധ്യമപ്രവർത്തനം ഇടിച്ച് നിലത്തിട്ടു. അവൻ്റെ കാമുകയും കൂടെ അറസ്റ്റ് ചെയ്തു. രണ്ടുപേരെയും കൂടെ അറസ്റ്റ് ചെയ്തിട്ട് പിറ്റേന്ന് പത്രത്തിൽ വന്ന വാർത്ത, പെൺ സുഹൃത്ത്. സാധാരണക്കാരൻ്റെ കൂടെ ഒരു സ്ത്രീയെ കണ്ട എന്താ പേര് പറയുന്നത്? അവള് മഹാ തല്ലിപ്പുളി, അവള് മഹാ അഭിസാരിക. 100 പേരാണെങ്കിൽ ഇയാളുടെ കൂടെ വന്ന പെണ്ണിന് പേരിട്ടിരിക്കുന്നു പെൺ സുഹൃത്ത്. മനസ്സിലായില്ലേ? അവസാനം പിടിച്ച് വെള്ളമടിച്ചവനെ പരിശോധിച്ചിട്ട് പറയുക ഓർമ്മക്കുറവാണെന്ന് പുള്ളിക്ക്. ആ പുള്ളിയാ കളക്ടർ. ആലോചിച്ച് നോക്കി, ഒരു ജില്ല ഭരിക്കുക ഓർമ്മക്കുറവുള്ളവൻ. മനസ്സിലാക്കിക്കോണം. ഇതാ നമ്മുടെ നാട്ടിലൊക്കെ നിയമം ഇല്ലാഞ്ഞിട്ടല്ല. എന്നാലും ചില രാജ്യങ്ങളിലൊന്നും പറ്റില്ല. ഒത്തിരി ഉണ്ട് എനിക്കിത് പറയാൻ. പോട്ടെ. ഈ നിങ്ങൾക്ക് അറിയാം, നമ്മൾ വായെടുത്താൽ അപ്പോഴേ അമേരിക്ക ഇസ്രയേലിനെ ആൾക്കാർ കുറ്റം പറയുന്നത്. 10 രൂപ കൈകൂലി കൊടുത്തിട്ടൊരു കാര്യം സാധിക്കാമോ? അവിടെ സാധിക്കാമോ? നടക്കില്ല. ജീവിതം പോക്കാ. നടക്കില്ല അവിടെ പരിപാടി. ഒന്ന് നുഴഞ്ഞു കയറാവോ അങ്ങോട്ട്? ഞാൻ അടുത്ത കാലത്ത് കോവളം വഴി കൺവെൻഷന് പോവാ. ഒരു 4-5 കൊല്ലം മുമ്പാണ്. അവിടെ ചെല്ലുമ്പോൾ ഉണ്ട് ഒരു വലിയ പ്രകടനം എതിരെ വരുന്നു. കയ്യിൽ ഈ പ്ലാക്കാർഡും ഒക്കെ പിടിച്ചു. എന്താ പ്രശ്നം എന്നറിയണ്ടേ? പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം, അതിൻ്റെ ജാഥയാണ്. അപ്പോൾ ഞാനവിടെ വണ്ടി തിരക്ക് കാരണം വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടിട്ട് ഭക്ഷണം കഴിക്കാനും അങ്ങ് നിർത്തി, ചായ കുടിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇവരും അവിടെ നിർത്തിയിട്ട് യോഗം തുടങ്ങും അവരുടെ. അപ്പോൾ ഞാനിവരോട് കുറേ പുസ്തകങ്ങളും ലഘുലേഖകളും ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ഇവരെന്ന് പരിചയപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചു, ഇതെന്താ പരിപാടി? സാറേ അറിഞ്ഞില്ലേ, പാലസ്തീനിൽ 100 കണക്കിന് കുഞ്ഞുങ്ങൾ വധിക്കപ്പെടുന്നു, പിഞ്ചോമനകൾ വധിക്കപ്പെടുന്നു, സ്ത്രീകളുടെ ആർത്തനാദം. ഇതെല്ലാം കേട്ട് ഞാൻ അതിന് പ്രശ്നം പറ, അതിനെതിരെ ഞങ്ങൾ ഒരു പ്രകടനം നയിക്കുകയെന്ന്. ഞാൻ പറഞ്ഞു പൂർണ്ണ പിന്തുണ. എൻ്റെ സമയമില്ലല്ലേ, ഞാനും നിങ്ങളുടെ കൂടെ കൂടിയെന്നെ. എനിക്ക് ഇത്തരം സമരങ്ങൾ വലിയ ഇഷ്ടമാണ്. കാരണം പ്രശ്നം നടക്കുന്നത് പാലസ്തീനിൽ, പ്രകടനം നടക്കുന്നത് കോവളത്ത്. കൊള്ളാം, തിരക്കേടില്ലാത്തൊരു കാര്യമാണ്. അവർക്കും ശല്യമില്ല, നമുക്കും ശല്യമില്ല, ആർക്കും ഒരു വിഷയമില്ല. എൻ്റെ എല്ലാ പിന്തുണയും ഈ പരിപാടിക്കുണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് ചെല്ലണം ഈ പ്രകടനമായിട്ട്. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ബാക്കി കാണുകയല്ല. ബാക്കിയില്ല. എന്താ നീ ധരിച്ചു വെച്ചിരിക്കുന്നത്? ബാക്കിയില്ല, ആവിയായിട്ട് പോകുന്നു. പരിശോധിക്കാനേ ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ പോലും ബാക്കി കാണുകയില്ല. കത്തിക്കും
ആവി കത്തിക്കുകയല്ല, ആവിയായിട്ട് പോകുന്ന സാധനം. നമ്മളെ വിഷയമില്ലാത്തതുകൊണ്ട് ഞാൻ കടക്കണില്ല അങ്ങോട്ടൊന്നും. അപ്പോഴേ പറഞ്ഞു വെച്ചത് ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ. ഏതായാലും ഈ രണ്ടായിട്ട് ആളുകളെ തിരിച്ചു, അങ്ങനെ വേണം. പക്ഷെ സ്തെഫാനോസ് അങ്ങോട്ട് നിന്നു. യേശുവിനെ കൊണ്ട് നിർത്തിയ ആ കോടതി റിപ്പീറ്റ് ചെയ്യുക. യേശുവിനെ കൊണ്ട് അടിച്ച് ഭീകരമായ വിധത്തിൽ ആക്ഷേപിച്ച് അങ്ങോട്ട് നിർത്തി. പീലാത്തോസിനൊരാഗ്രഹമുണ്ട്, രക്ഷപ്പെട്ടുവാണെങ്കിൽ പോട്ടെ, പാവം. ആക്ച്വലി ഈ പീലാത്തോസ് നല്ല മദ്യപാനിയാണെന്നാണ് ചരിത്രം. പുള്ളി ക്രൂശിക്കാൻ ഉത്തരവിട്ടുന്നതിന് മുമ്പൊന്ന് കുടിച്ചു, അതിനുശേഷം വീണ്ടും കുടിക്കാൻ പോകാൻ തുടങ്ങുകയാണ്. റെഡി ആയിക്കോളാൻ പറഞ്ഞാൽ വന്നിരിക്കുന്നത്. അതൊക്കെ യേശുവിനെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എന്തോ ഈ പ്രശ്നം എന്താ? ആളുകൾ പറഞ്ഞത് ഇവനാൾ ശരിയല്ല. അല്ല, അത് മനസ്സിലായി, പ്രശ്നം പറ. യേശുവിൻ്റെ പേരിലൊരു കുറ്റം പറയാനില്ലാതെ വരുമ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഇവൻ ഞങ്ങളുടെ ദേവാലയം പൊളിച്ചിട്ട് 3 നാൾ കൊണ്ട് പണിവെന്ന് പറഞ്ഞു സാറേ, അങ്ങനെ പറയാമോ? പീലാത്തോസ് പറഞ്ഞു കാണും, അതവൻ പൊളിച്ച് പണിത് തരാമെന്ന് പറഞ്ഞല്ലോ, നിങ്ങളാദ്യം പൊളിച്ചിട്. എൻ്റെ ഒരു സങ്കല്പമാണ്, മത്തായി ഒന്നും എഴുതിയിട്ടില്ല. നിങ്ങളൊന്ന് പൊളിച്ചിട്, പിന്നെ നമുക്ക് അപ്പോഴേ അവനങ്ങ് പിരിഞ്ഞു പോക്കോളൂ. അത് കഴിഞ്ഞ് രണ്ടാമതൊരുത്തം പറഞ്ഞു, ഇവൻ കൈസർക്ക് നികുതി കൊടുക്കരുത് എന്ന് പറഞ്ഞു എന്ന് പറയാൻ തുടങ്ങിയ വക്കീൽ പറയില്ല, അവിടെ നിൽക്കി, അവത്തൊന്നും കാണിക്കില്ല, അവിടെ നിൽക്കി. എന്താ ഇത്? എടാ, അവൻ കഴിഞ്ഞാഴ്ച നികുതി അടച്ചു, പത്രോസിനും അവനും വേണ്ടി ചതുർദ്രഹ്മ പണം രസീതിരിപ്പുണ്ട്, എടുത്തുകൊണ്ട് വരും, കോട്ടലക്ഷ്യ പ്രശ്നം മാറും. അവിടെ വെക്കാൻ മാറ്റ്. അത് കേൾക്കുന്നില്ല. സാനം ആരോ പറഞ്ഞു കൊടുത്തു, ഈ പുള്ളി പ്രസംഗിച്ചു ഞാൻ രാജാവാണ്. അത് ചില്ലറ കളിയല്ല, അത് വിഷയമാണ്. എന്നാന്ന് ചോദിക്കാം, നീ രാജാവാണോ? ചോദ്യം. 40 ചാട്ടയടി കൊണ്ട് തീർത്ത പാടുകളിൽ നിന്ന് രക്തമൊഴുകി തലമേൽ മുൾക്കിരീടം വെച്ച് അപഹാസ്യനാക്കി നിർത്തിയ മനുഷ്യനോട് ചോദിക്കുക, നീ രാജാവാണോ? രക്ഷപ്പെടാനുള്ള വഴിയാ പറഞ്ഞ്. അല്ലെന്നൊരു വാക്ക് പറഞ്ഞാൽ ഇപ്പോൾ രക്ഷയാ. പക്ഷെ അല്ലെന്നൊരു വാക്ക് അവൻ പറഞ്ഞാൽ ഇന്ന് ഈ കൺവെൻഷൻ ഇവിടെ ഇല്ല, നമ്മളാരും ഇവിടെ ഇല്ല, ചരിത്രത്തിൽ ക്രിസ്ത്യാനിറ്റി ഇല്ല. ക്രിസ്ത്യാനിറ്റിയുടെ ഭാവിയുടെ ഭാഗതയും ഒരു കോടതി മുറിക്കുള്ളിൽ ചർച്ച ചെയ്യുന്നിടത്ത് പീലാത്തോസിനെ നടുവിലേക്ക് നിർത്തിയിട്ട്, യേശുവിനെ നടുവിലേക്ക് നിർത്തിയിട്ട് റോമൻ ഭരണാധികാരിയുടെ ചങ്കിൽ കുത്തുന്നൊരു ചോദ്യം, ഉച്ചത്തിൽ മറുപടി പറയണം. എന്താ ചോദ്യം എന്നറിയണ്ടേ? അഹൈ മീ ബെസേലിയൂസ് ഈസൂസ് നാസറിൻ. എന്താ മനസ്സിലായി? അയാൾ ചോദിച്ച ഭാഷയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അഹൈ മീ ബെസേലിയൂസ് ഈസൂസ് നസ്രായിൻ. ബെസേലിയോസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, രാജാവെന്നർത്ഥം. നീ രാജാവ് തന്നെയോ? അവിടെ നമ്മളാണ് എന്ത് പറയണേ, ഒരു സ്ട്രാറ്റജി പ്രയോഗിക്കും. അത് അച്ഛാ ഞാൻ ഈ രാജാവാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അച്ഛൻ ഉദ്ദേശിച്ചല്ല. രാജാവെന്നൊക്കെ പറഞ്ഞാൽ എത്രയോ അർത്ഥമുണ്ട് അച്ഛാ. മൂലഭാഷയെ രാജാവെന്ന് പറഞ്ഞാൽ എത്രയോ കാര്യങ്ങൾ അതിനുണ്ട്. ഞാൻ പറയാം, അച്ഛാ ശാന്തനായിട്ട് കേൾക്ക്. അച്ഛൻ തന്നെയാണ് രാജാവ്. ആ മുഖത്തെ സ്ത്രീ കണ്ടാൽ പറയുമല്ലോ, അച്ഛനെ പോലൊരു രാജാവില്ല. പീലാത്തോസ് പറയും, സന്തോഷമായിട്ട് പോക്കോ, നിനക്കിവിടെ ഒരു ആപത്തും വരില്ല. ഇനിയും വല്ലവനും കേസും കൊണ്ട് വന്നാൽ മേടിച്ച് കിട്ടുമെന്ന് പറഞ്ഞാലേ വിടും. ഇത്രയും നല്ലൊരു ചാൻസ് യേശുവിൻ്റെ മുമ്പിൽ കിട്ടി. യേശു പറഞ്ഞെങ്കിൽ കേൾക്കണോ? ഏയ് മീ പീലാത്തോസ്, ഞാനാകുന്നു പീലാത്തോസേ. എൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ആഴ്ചകൾക്കപ്പുറത്ത് 5 അപ്പവും 2 മീനും വിതരണം ചെയ്യുന്ന ഘട്ടത്തിൽ നാട്ടുകാരൻ ലോക്കൽ പിടിച്ച് രാജാവാക്കാൻ വന്നോ പറഞ്ഞു, ഈ കിരീടമൊക്കെ കൊണ്ടുപോകും, ഇതൊക്കെ കള, ചുമ്മാ എന്നെ ചുമ്മാ ഇങ്ങനൊന്നും പുകഴ്ത്തരുത്. കോടതി ആവണമെന്ന് ചോദിച്ചാൽ പറയുക, ഞാനാ രാജാവെന്ന്. അങ്ങനെ ലോക്കലാക്കാൻ വന്നപ്പോൾ വേണ്ടെന്ന് പറഞ്ഞവൻ കോടതിക്കകത്തുനിന്ന് ചങ്കുറപ്പോടെ വിളിച്ചു പറഞ്ഞു, ഞാൻ രാജാവാണ്. അതാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ വൈഭവം. കാര്യത്തെടുക്കുമ്പോൾ അതിൻ്റെ ശക്തി ചൈതന്യങ്ങൾ വെളിപ്പെട്ട് വരുന്നത്. ക്രിസ്തുവിന് വേണ്ടി നിവരെ നിൽക്കാൻ കരുത്തുള്ളൊരു ജനാവലിയുടെ ആവിർഭാവം ഇന്ന് രാത്രിയോടെ ഉണ്ടാകട്ടെ. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആവേശം ഉൾക്കൊണ്ട സ്തെഫാനോസ് യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ ആദ്യം കിട്ടിയ ജോലി കഞ്ഞിയും കറിയൊക്കെ വെക്കാനാ. മനസ്സിലായോ? കഞ്ഞിയും കറിയൊക്കെ വെക്കാൻ, ഭക്ഷണം ഉണ്ടാക്കാൻ. മടിച്ചോ? മടിച്ചില്ല. അതിനകത്തൊന്നും വിഷമം തോന്നിയില്ല, ഒരു പ്രയാസവും തോന്നിയില്ല. അന്തസ്സോടെ ആ ജോലി ഏറ്റെടുത്തപ്പോൾ തമ്പുരാൻ ഒരു ദിവസം കൊണ്ടുവന്ന് പൊതുവിൽ നിർത്തി. ഒത്തിരി ഒന്നും പുള്ളി പ്രസംഗിച്ചില്ല, രേഖാമൂലം ഒരൊറ്റ പ്രസംഗം. ഞങ്ങളൊക്കെ എത്ര ആയിരക്കണക്കിന് പ്രസംഗമാണ്, പക്ഷേ ഇങ്ങനെ ഒരൊറ്റ പ്രസംഗം.
അങ്ങ് പഴയ നിയമത്തിൽ തുടങ്ങി പുതിയ നിയമത്തിൽ കയറി ക്രൂശീകരണം അങ്ങോട്ട് പറഞ്ഞിട്ട് വ്യക്തതയോട് ഇങ്ങോട്ട് വന്നിട്ട് പറയുക, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ ദൈവം ഉയർപ്പിച്ചു എന്നതിന് ഞങ്ങൾ സാക്ഷികൾ. നിങ്ങൾ ക്രൂശിച്ചു കൊന്നു അവനെ, പിതാക്കന്മാരുടെ ദൈവം അവനെ ഉയർപ്പിച്ചു, അവൻ ആയിരങ്ങൾക്ക് പ്രത്യക്ഷനായി ഇന്നും ജീവിച്ചിരിക്കുന്നു. ഇതാ പ്രസംഗിച്ചേ. അവിടെ വലത്ത് ഭാഗത്തുനിന്ന് ആരെങ്കിലും രക്ഷിക്കാൻ വരുന്നോ എന്നൊന്നും പുരോഹിതൻ നോക്കിയില്ല. പുരോഹിതൻ പറഞ്ഞു, നീ ഒരാളിവിടെ മിണ്ടരുത്. എന്താ കാര്യം? സാക്ഷിമൊഴിയൊന്നും ഇനി എടുക്കുന്നില്ല, എറിഞ്ഞേക്കാൻ. അപ്പോൾ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് പ്രതിക്ക് വേണ്ടി സംസാരിക്കാൻ ഉണർന്ന നാവുകളെ കൂടി നിഷ്പ്രഭമാക്കി കളഞ്ഞു. ഈ നീതി കിട്ടാതെ പോയ 2 കോടതിയെ ഇസ്രയേലിലുള്ളൂ. ഒന്ന് യേശുവിന് വേണ്ടിയുള്ള കോടതി. വചനം പറയുക, വല്ലവനും സഹതാപം തോന്നുമോ എന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താനും. 2ാമത്തെ കോടതി സ്തെഫാനോസിൻ്റെ കോടതിയാണ്. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് ഉന്മൂലനം ചെയ്ത് താഴെ വീണ് കിടക്കുമ്പോൾ ഏറുകൊണ്ട് മുട്ടുകുത്തി താഴേക്ക് വീഴുമ്പോൾ സ്തെഫാനോസ് പറയുന്ന മനോഹരമായൊരു കാര്യമുണ്ട്. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നതും ഞാൻ കാണുന്നു. എവിടെയാണ് ദൈവപുത്രൻ ഇരിക്കുന്നത്? പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്ത്. ഈ വചനം വായിച്ചിട്ടുള്ളവരുണ്ടേ, ഓർത്തു നോക്കണം. ഈ ലോകത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിനക്ക് വേണ്ടി വാദിക്കാൻ ഒരാളെ കിട്ടാതെ പോയപ്പോൾ, വ്യവഹാരങ്ങളിലൊക്കെ തോറ്റുപോയപ്പോൾ, ലോക കോടതികളിലൊക്കെ പരാജയപ്പെട്ടപ്പോൾ, അനുകൂലമായ ഒരു ശബ്ദം പോലും കേൾക്കാതെ വന്നപ്പോൾ, ഇതാ പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്ത് പുത്രനിരുന്ന് എനിക്ക് വേണ്ടി സംസാരിക്കുന്നു. ആ പുത്രനാ ഇന്ന് രാത്രി നമ്മുടെ മധ്യസ്ഥൻ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥൻ ഒരുവൻ, അനേകർക്ക് വേണ്ടി മറിവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ഹല്ലേലൂയ. അപ്പോഴേ ഈ കൊല പൗലോസിന് വലിയ ഇഷ്ടമായിരുന്നു. കൊന്നു പോകുന്ന വഴിക്ക് പൗലോസ് അടിയേറ്റ് താഴെ വീണു. അടിയേറ്റ് വീണവൻ്റെ ദയനീയമായ അവസ്ഥ, അതിൻ്റെ ഇടയ്ക്കൊരു ശബ്ദം കൂടെ കേട്ടു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ഈ ശബ്ദം കേട്ടപ്പോൾ പൗലോസ് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചീസ് എയ് കുറിയേ, നീ ആരാകുന്നു കർത്താവേ? ഈ ചോദ്യത്തിൻ്റെ ആന്തരിക അർത്ഥം ഒന്ന് പഠിക്കണം. പൗലോസിന് 2 പേരുണ്ട്. ഒന്ന് ശൗലെന്നാണ്, മറ്റൊന്ന് പൗലോസ് എന്നാണ്. ഒരാൾക്ക് 2 പേര് അന്നുണ്ട്. ഇന്നും അങ്ങനെയൊക്കെ നമുക്ക് പേരുണ്ടല്ലോ, 2ഉം 3ഉം പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 2 പേര് എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, റോമക്കാർക്ക് യഹൂദന്മാരുടെ പേര് നാവിൽ വഴങ്ങില്ല. നമ്മൾ ഈ ഭായിമാരുടെ പേര് ചോദിക്കുന്നതല്ല, നമുക്ക് വഴങ്ങില്ല. അപ്പോൾ എളുപ്പമുള്ളൊരു പേര് ഇവരവർക്ക് അങ്ങിടും, ആ നാട്ടിൽ താമസിക്കാൻ. ആ പേരില്ല പിന്നെ വിളിക്കുന്നത്. അങ്ങനെ ഒരുത്തൻ, അലക്സാണ്ടർ എന്ന പേരുള്ളൊരുത്തൻ, മരുന്ന് മേടിക്കാൻ ആശുപത്രിയിൽ ചെന്നു. പേര് പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ പറയുക, നിൻ്റെ പേര് ഞാൻ സാവു എന്ന് എഴുതും, വേണേ പോയി മരുന്ന് മേടിച്ചുകൊണ്ട് പോകാൻ. കാരണം എഴുതാനുള്ള സമയമില്ലെന്നാ, തിരക്കിനിടയ്ക്ക് ഇങ്ങനെ എഴുതി വരാൻ അയാൾക്ക് നേരമില്ല. പോയി മരുന്ന് മേടിച്ചോ, സാവു എന്ന് എഴുതുമെന്ന്. അവൻ 2 അക്ഷരമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പേര് മാറ്റുന്നൊരു പണിയുണ്ട്. ഒരാൾക്ക് 2 പേര്. പലപ്പോഴും റോമക്കാരിടുന്ന ഈ പേര് ഇവരൊരു ദേവൻ്റെ പേരായിരിക്കും റോമിലെ. അത് യഹൂദന് കേൾക്കാനുള്ള വിഷമം കൊണ്ട് ജനിക്കുമ്പോഴേ ഒരു കുട്ടിക്ക് 2 പേര് ഇവരങ്ങിടും. ഒന്ന് റോമൻ പേരും ഒന്ന് എബ്രായ പേരും. 2 ഒരേ അർത്ഥം വരുന്ന പേരായിരിക്കും. അങ്ങനെയാണ്. എന്ന് വെച്ചാൽ പൗലൂസ് എന്ന് പറഞ്ഞാൽ അത് ലാറ്റിൻ പേരാ, അല്ലെ ഗ്രീക്ക് പേരാ, റോമക്കാരൻ്റെ പേരാ, റോമക്കാരിടേണ്ട പേരാണ്. ശൗൽ എന്ന് പറഞ്ഞാൽ അത് എബ്രായ പേരാണ്. ഈ ശൗൽ എന്ന പേര് കുറേ നാളായിട്ട് ആളുകളങ്ങനെ വിളിക്കാറില്ല. അതിൻ്റെ കാരണം ഇത് യഹൂദന്മാർ തങ്ങളിൽ ഇദ്ദേഹത്തെ വിളിക്കുന്ന പേരാ ശൗൽ. ഇപ്പം എന്താ വിളിക്കാത്തതെന്നറിയോ? അയാൾ നേടിയെടുത്ത ബിരുദവും പഠനവും അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ സ്ഥാനവും നിമിത്തം അദ്ദേഹത്തോടുള്ള ആദരവ് കൊണ്ട് യഹൂദന്മാർ വിളിക്കുന്ന പൗലൂസിനെ റബി എന്നാണ്. റബി അങ്ങനെയാണ്. റോമക്കാർ വിളിക്കുന്നത് പൗലോസ് എന്നാണ്.
അപ്പോൾ ഒഫീഷ്യലി എങ്ങനെ വിളിക്കണം? പൗലോസേ. കൂട്ടുകാരെങ്ങനെ വിളിക്കണം? റബി. മനസ്സിലായോ? ഇല്ല, ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞുതരാം. അത് ഈ കല്യാണം കഴിപ്പിക്കുമ്പോൾ നമ്മൾ ഈ പിള്ളേരെ നിർത്തിയിട്ട് പറയുമല്ലോ, എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ മഴുവന്നൂർ വില്ലേജിൽ പ്ലാങ്കൂട്ടത്തിൽ വീട്ടിൽ കുറിയാക്കോസ് മകൻ എൽദോസ് എന്ന ഈ യുവാവും എണ്ണീക്കരുത്, ഇതൊരവസരമാണെന്ന് കരുതി. എനിക്കറിയാം പരിപാടിയൊക്കെ കുറേ നേരമായിട്ട് ചില പുള്ളികളിങ്ങനെ ആഗ്രഹിച്ചിരിപ്പുണ്ട്. ആ മുഖഷേപ്പ് കണ്ടപ്പോഴായിരിക്കും മനസ്സിലായി എൽദോസ് അവിടെ ഇരി. ഇങ്ങനെയാണ് കല്യാണത്തിന് വിളിക്കുന്നത്. കല്യാണമെല്ലാം കഴിഞ്ഞ് പെണ്ണ് പിറ്റേന്ന് ചെന്ന് ഇതുപോലെയാണോ വിളിച്ച് ചായ കൊടുക്കുന്നത്? എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ എന്നാൽ ഒരു ചായ എന്ന് പറയുമോ? അങ്ങനെ ആ കൊച്ചു പറഞ്ഞാൽ അന്നേ അവൾ ഉപേക്ഷിക്കാൻ വ്യവസ്ഥയില്ല. കാരണം അവൾ ശരിയല്ല, പിരിയുണ്ടതാ. അപ്പോൾ ഒഫീഷ്യൽ പേര് വിളിക്കുന്നപ്പോഴാ അതിൻ്റെ ആവശ്യത്തിനാ. പൗലോസേന്ന് വിളിച്ചാൽ ഒഫീഷ്യൽ, ശൗലീന്ന് വിളിച്ചാൽ കൂട്ടുകാർ. നിങ്ങളെന്നെ പാസ്റ്റർ എന്നല്ല വിളിക്കുക. ഇപ്പോൾ ഒരു 8-10 പേര് എന്നെ അനിൽ തന്നെ വിളിക്കുന്നവർ കൂടെ ഉണ്ട്. ആ വിളിക്കൊരു ബുദ്ധിമുട്ടില്ല, അത് കേൾക്കാനൊരു പ്രയാസമില്ല. അത് വാത്സല്യത്തിൻ്റെ കൂടി വിളിയാ. അങ്ങനെയാ. ഞാൻ മണക്കാലായിൽ ക്ലാസ് എടുക്കാനായിട്ട് വന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ ആദരവോടെ സ്വീകരിച്ചപ്പോൾ എന്നോട് ഒരാൾ ഇല്ലേ വാന്ന് പറഞ്ഞു. എന്തിനാ അങ്ങോട്ട് വന്നേ ചോദിച്ചപ്പോൾ എൻ്റെ സാറുണ്ട് അവിടെ. സാറെപ്പോഴും ഇടാന്നേ വിളിക്കുള്ളൂ. ആ വിളിയുടെ മാധുര്യം എങ്ങനെ, അതിൻ്റെ പ്രത്യേകത എങ്ങനെ അവർക്ക് വിളിക്കാം. നാൾക്ക് ശേഷം പൗലോസിനെ ഒരുത്തം വിളിക്കുക ശൗലേ. പൗലോസിന് മനസ്സിലായി പരിചയമുണ്ടല്ലോ ഈ ശബ്ദം. ലോകമൊക്കെ ബഹുമാനിക്കുന്ന എന്നെ കയറി ശൗലേ എന്ന് വിളിക്കണമെങ്കിൽ ഒന്ന് പരിചയമുണ്ട്, രണ്ട് യഹൂദ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലം അറിയാം, എന്നെപ്പറ്റി അറിയാം. അതുകൊണ്ട് സാധാരണ യഹൂദൻ എന്നെ കയറി ശൗലേ എന്ന് വിളിക്കാറില്ല, റബി എന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ പൗലോസ് എന്ന് വിളിക്കണം ആദരവോടെ. ഇത് രണ്ടുമല്ലാത്തൊരു വിളി ശൗലേ. അങ്ങനെയെങ്കിൽ തിരിച്ചൊരു വിളി റബേ. അതോനായി അങ്ങാരാ, എനിക്കറിയാത്ത അങ്ങാരാ ഒന്ന് പറയണേ. മറുപടി എത്ര ലളിതാ, വളരെ സിമ്പിളാണ്. അത് കേൾക്കണ്ട. സിമ്പിളെന്ന് പറഞ്ഞാലേ ഈ ചില ആളുകൾ യേശുവിനെ അവതരിപ്പിക്കുന്ന കേട്ടാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. യേശുവിനെ സിമ്പിളായിട്ട് അവതരിപ്പിക്കണം, വിഷയങ്ങൾ ഗഹനമാണ്, സിമ്പിളായിട്ട് അവതരിപ്പിക്കണമെന്ന് ചിലർക്കതറിയില്ല, ചില അതിന് തയ്യാറാവില്ല. ഒന്നുകൂടി പറഞ്ഞാൽ, എന്നെ വിളിച്ചുകൊണ്ട് ഒരാൾ ഒരു പരസ്യത്തിന് പോയിട്ട് പറഞ്ഞു, എന്നോട് ആ സംഘാടകൻ പറഞ്ഞു, മോനെ ഇവിടെ ഒരു പയ്യനുണ്ട്, സൂപ്പറായിട്ട് പ്രസംഗിക്കും, അല്ല ഇതാന്ന് കേൾക്കാൻ പറഞ്ഞു. 10 മിനിറ്റ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു പരസ്യമല്ല, 20 മിനിറ്റ് കൊടുക്കാൻ പറഞ്ഞു. പുള്ളി എവിടെ നിന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രയോഗം ഞാൻ നിങ്ങളോട് പറയാം. വിണ്ടലം വിട്ട് ഭൂമണ്ഡലത്തിലേക്ക് വന്ന അണ്ടർഗോനായ വണ്ടർഫുൾ എന്ന അപരാഭിധാനമുള്ള ധന്യനായ ഏകാധിപതിയും. അല്പേരം കഴിഞ്ഞപ്പോൾ സോഡ ഒന്ന് കുടിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മനസ്സിലായില്ല എന്തുവാ ഇത് ആച്ചാ സംസ്കൃതമാണെന്ന് പറഞ്ഞു. ഞാൻ സംസ്കൃതമാണ് ഈ വണ്ടർഫുൾ എന്നൊക്കെ ഉള്ളൊരു കാര്യം, അത് ഞാൻ പിന്നെ പറയാമെന്ന്. ഇപ്പോഴും നമ്മൾ ആ വഴിക്ക് എന്നാൽ പുള്ളി പറയും കാണണേ. അപ്പോൾ കാണാനൊന്നും അല്ല പോവാ, മനസ്സിലാവില്ല ഇതാരാന്ന്, എന്താന്ന് വെടിയിട്ടില്ല. യേശു ആരാ? ആ യേശു സിമ്പിളായിട്ട് പറയാ, നീ ഉപദ്രവിക്കുന്ന യേശു, നസറായനൊന്നും പോലും ഇല്ല. എന്താ ഇത്തിരി വിശദീകരണം ഇല്ലാത്ത? പൗലൂസിനെപ്പോലൊരു പണ്ഡിതൻ്റെ അടുത്ത് പരിചയപ്പെടുത്തുമ്പോൾ അതിനകത്ത് ചില സംഭവങ്ങൾ വേണ്ടേ? അങ്ങനെ വേണ്ടേ? പൗലോസെ ഞാൻ ആരാണെന്ന് പറഞ്ഞു തരാം, എന്നിട്ട് ഉൽപ്പത്തി മുതലെടുക്കണം, സ്ത്രീയുടെ സന്തതി അവിടെ മുതൽ ഇങ്ങോട്ടെടുത്ത് കാര്യകാരണങ്ങൾ സഹിതം നിരത്തി ബോധ്യപ്പെടുത്തേണ്ടതിന് പകരം പറയണേ, നീ ഉപദ്രവിക്കുന്ന യേശു. സിമ്പിളാക്കേണ്ട കാര്യം അറിയോ? തിയറി കുറവാണ്, കാരണം പ്രാക്ടിക്കലി കിട്ടിയിട്ട് നിൽക്കുക, കണ്ണിന് കാഴ്ചയില്ല. അതുകൊണ്ടാണ് പൗലോസ് പിന്നെ എക്സ്പ്ലനേഷൻ ചോദിച്ചില്ല. മുമ്പ് പറഞ്ഞ പോലീസിൻ്റെ ഉദാഹരണം തന്നെ എടുക്കാം. സമരം ചെയ്യുന്ന പിള്ളേരെ പോലീസ് അടിച്ച് ഇതുവഴി ഇങ്ങനെ ബ്ലഡ് ഒലിച്ച് കണ്ണും കാണാതിരിക്കുമ്പോൾ ചോദിക്കുമോ, ഇതൊക്കെയുള്ള സാറിൻ്റെ പേരെന്നാ, എവിടെയാണ് വീട്, ഏത് കൊണ്ടാണ് സർവീസിൽ കയറിയേ ചോദിക്കുമോ? നേരമില്ല, ഓടും അപ്പോഴേ. കാരണം എന്താ? അടി എത്ര, പൗലോസിനോടൊരു അടി, കണ്ണങ്ങ് പോയി, കാഴ്ച നശിച്ചു. ഇങ്ങനെ തപ്പുക. ആ കിടക്കുന്ന കിടപ്പിൽ നീ ഉപദ്രവിക്കുന്ന യേശു ഞാനാ. പക്ഷെ അടിയേറ്റ് കിടക്കുന്നവനൊരു കാര്യം പറയും, ഇത്രയും പ്രായത്തിനിടയ്ക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ചത് ആ അടി കിട്ടിയിട്ടാന്നാ.
സുഖമുള്ളൊരടിക്ക് ശേഷം അപ്പൻ തല്ലുന്ന കുഞ്ഞുങ്ങളില്ലേ, ആ തിണുത്ത പാടിലേക്ക് അപ്പനൊന്ന് വിരലോടിക്കുമ്പോൾ കുഞ്ഞിന് കിട്ടുന്ന സംതൃപ്തിയുടെ സുഖം നീണ്ട 3 ദിവസങ്ങൾ പൗലോസ് ആസ്വദിച്ചു. ഇതാ രക്ഷയുടെ സന്തോഷം. അങ്ങനെ തല്ലി അങ്ങ് തന്നെ എന്നെ ആശ്വസിപ്പിക്കുന്നു, ആ കരം കൊണ്ടെന്നെ തഴുകുന്നു. സുഖകരമായ ആ നിർവൃതിയുടെ 3 ദിനരാത്രങ്ങൾ പിന്നിട്ടപ്പോൾ ദാ പേരും പെരുമയുമില്ലാത്ത ഒരനന്യാസ് അവിടേക്ക് വരുന്നു. നമ്മളിതിനു മുമ്പും ബിംബുവൊന്നും ഈ മനുഷ്യനെ കണ്ടിട്ടില്ല. സുവിശേഷകൻ അനന്യാസ്. ഒരു തല്ലിപ്പുളി അനന്യാസുണ്ട്, പൈസ അടിച്ചു മാറ്റിയവൻ. എന്ത് പോട്ടെ, അതല്ല. ഈ അനന്യാസ് വന്നിട്ട് വിളിക്കുന്ന വിളി റബ്ബി എന്നല്ല, സഹോദര ശൗലി കാഴ്ച പ്രാപിക്കുക. അപ്പോഴേ കാഴ്ച പ്രാപിച്ചു. കണ്ണിൽ പാട കെട്ടിയൊരനുഭവം മാറിയിട്ട് അവൻ ലോകത്തെ കാണാൻ തുടങ്ങി. ഇതിനു മുമ്പ് അവനോട് ചോദിക്കുക, ഈ 3 ദിനങ്ങൾ നിൻ്റെ ഉള്ളിൽ ഇരുട്ടായിരുന്നോ? അല്ലല്ല, പുറം കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോഴും അകക്കണ്ണുകളുടെ ജ്വലനം കൊണ്ട് ഞാനവൻ്റെ സാന്നിധ്യം അറിഞ്ഞു. അകക്കണ്ണുകൊണ്ട് യേശുവിനെ അറിഞ്ഞവന് തിരിച്ചു പോകാനാവില്ല. 100 കാരണങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഇടത്തു നിന്ന്, സഹോദരഗണങ്ങളിൽ നിന്ന്, സഭയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ഉരുത്തിരിയുമ്പോഴും ഭക്തനൊരു കാര്യമറിയാ, ഞാൻ യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിഞ്ഞു. അവനെ ശരണം പ്രാപിക്കൊണ്ട് മടങ്ങിപ്പോകാൻ ഇടവരാത്ത വിധത്തിൽ സ്നേഹത്തിൻ്റെ ചങ്ങലക്കെട്ടിലാണ് ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അന്ന് മുതലേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പൗലൂസിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം ദൈവത്തിന് വലിയ ആഗ്രഹം. മനസ്സിലായോ? നീ ആരാകുന്നു ക്രിസ്തു എന്ന് ചോദിച്ചില്ലേ, ആ ചോദ്യത്തിനൊരു ആൻസർ വേണം. ആ ആൻസർ പറയാൻ പറ്റിയ ആളും നീയാണ് മകനെയും തമ്പുരാൻ കണ്ടു. അതുകൊണ്ടേ പൗലൂസ് എഴുതിയ 14 ലേഖനങ്ങളും ഞാൻ പറയും കൊരിന്ത്യർക്കല്ല, എഫെസോസുകാർക്കല്ല, തിമത്യോസിന് വന്നല്ല പ്രയോജനപ്പെട്ടത്. പൗലോസിൻ്റെ പഴയ ചോദ്യമാണ്, നീ ആരാ? അതിൻ്റെ ഉത്തരം ആ 14 ലേഖനം എഴുതിയിട്ട് പറയുക. അവനെക്കുറിച്ച് പറഞ്ഞിട്ട് മതിവരാത്തൊരവ്യക്തതയിൽ ഈ ദൈവാസന്മാരൊക്കെ പിൻവാങ്ങുക. ഒരു കാര്യം ഇന്ന് രാത്രി പറയട്ടെ, 100 കണക്കിന് വേദികളിൽ പാടിയ അഭിഷിക്തരായ കർത്താവിൻ്റെ ദാസന്മാർ, വിരലുകൾ കൊണ്ട് നാദവിസ്മയം തീർക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാർ, പ്രസംഗിക്കുന്ന 100 ദൈവദാസന്മാർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും, 1000കണക്കിന് പാട്ടുപാടി ഇതുവരെ മതി വന്നില്ല. 1000കണക്കിനിടത്ത് അങ്ങയെക്കുറിച്ച് പ്രസംഗിച്ചു, മതി വരുന്നില്ല. നീ ആരാകുന്നു കർത്താവേ എന്ന് 1000ങ്ങളോട് പാടിയിട്ടും പ്രസംഗിച്ചിട്ടും ഇന്നും മതി വരുന്നില്ല. ഇനിയും കാത്തിരിക്കുന്നു അങ്ങയെക്കുറിച്ച് പ്രസംഗിക്കാൻ, അങ്ങയെക്കുറിച്ച് പാടാൻ, ആവോളം അങ്ങയെ ഉയർത്തുവാൻ ആഗ്രഹത്തോടെ ആരുണ്ട് ഇന്ന് രാത്രി ഇവിടെ? എനിക്ക് യേശുവിനെ ഉയർത്തണം. ജീവിതത്തിൻ്റെ ഏത് കർമ്മമണ്ഡലങ്ങളിലും എനിക്ക് യേശുവിനെ ഉയർത്തണം. ഈ യാത്രക്കൊടുവിൽ പൗലോസ് ശ്ലീഹ വ്യക്തമായി യേശുവിൻ്റെ ദൈവത്വം വിശദീകരിച്ചു. അതിനു മുമ്പേ യേശുവിൻ്റെ ദൈവത്വം സുവിശേഷകന്മാർ സ്ഥാപിച്ചു. ധന്യനായ തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. യേശുവിനെ ആലിംഗനബദ്ധനായി നിന്നുകൊണ്ട് പറയുക, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. സ്തോത്രം. യോഹന്നാൻ തന്നെ വിശദീകരിച്ചു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, അവിടുന്നാണ് ജഡമെടുത്ത് വന്ന കർത്താവായ യേശു ക്രിസ്തു. അതിൻ്റെ വിശദീകരണമാണ് പൗലോസ് ശ്ലീഹ നൽകുന്നത്. ഈ പൗലോസ് പലയിടങ്ങളിലെ പ്രസംഗങ്ങൾക്കൊടുവിൽ പലയിടങ്ങളിൽ സഭകൾ സ്ഥാപിച്ച് അവസാനം നിരവധി ജയിലറകൾക്കുള്ളിൽ കടന്ന് ഒടുക്കം ജീവിതത്തിൻ്റെ സായന്തനത്തിൽ ഒരു ജയിലറയിലായി. റോമക്കാരുടെ നിർദ്ദേശപ്രകാരം പൗലോസിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, കർശന ശിക്ഷ. എന്താ ശിക്ഷയെന്നറിയണ്ടേ? പൗലോസാകുന്ന താങ്കൾ നിയമവിരുദ്ധമായി റോമിൽ നിലനിൽക്കുന്ന നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് കർത്താവായ യേശു എന്ന ഏകരക്ഷകനെക്കുറിച്ച് പ്രസംഗിച്ച കുറ്റം ചുമത്തി. പലയാവർത്തി തെറ്റിതിരുത്താൻ ഭരണകൂടം നൽകിയ നിർദ്ദേശമൊക്കെ ലംഘിച്ച് യേശു ക്രിസ്തുവിലൂടെ മാത്രം രക്ഷ എന്ന് ഉലകത്തോട് പ്രസംഗിച്ച് നീ നടത്തിയ പ്രചരണ പരിപാടികൾ നിമിത്തം നിന്നെ ന്യായവിധിക്കായി കൊണ്ടിട്ട ഈ ജയിലറയ്ക്കുള്ളിൽ വെച്ചും തെറ്റിതിരുത്താൻ കിട്ടിയ അവസരമൊന്നും ഉപയോഗിക്കാതെ ജയിലിനുള്ളിൽ കിടന്നും നീ യേശുവിനോട് പാടുന്നു, യേശുവിന് വേണ്ടി നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി നിനക്ക് രക്ഷയില്ല. അതുകൊണ്ട് റോമൻ ശിക്ഷാനിയമം തരുന്ന
ആ കഠിനമേറിയ ശിക്ഷ ഈർച്ചവാളിനാൽ നിന്നെ കൊല്ലുവാൻ ഉത്തരവായിരിക്കുന്നു. ഈ രംഗം ചിന്തിക്കേണ്ടതാ. കാരണം ഈ റോമിലെ ജയിലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് വലിയ കുഴിയാണ്. അതൊക്കെ വെച്ച് നമ്മുടെയൊക്കെ ജയിലെന്ന് പറഞ്ഞാൽ ഒരു സംഭവമല്ലേ. അത് ഈ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളെ കണ്ടില്ലേ, ഇങ്ങനെ കയ്യും വെച്ച് ഇറങ്ങുന്നത്, ജയിച്ചെന്ന് കണ്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിൽ ചില വാർത്തകൾ പത്രത്തിൽ വരുമ്പോൾ ആളുകളിങ്ങനെ ഒരു കുഴപ്പമില്ല, അവനത് കിട്ടണമെന്ന് പറയും. എന്താ കഠിന തടവെന്നൊക്കെ. ഈ കഠിന തടവെന്നൊക്കെ വായിച്ചാൽ നിങ്ങളത് വിശ്വസിക്കരുത്. കാരണം ഇത്രയേ ഉള്ളൂ സംഭവം. ഈ കുറ്റവാളി എന്ന് പറഞ്ഞ മനുഷ്യനെ അവിടെ ഇരിക്കുന്ന പോലീസുകാരെല്ലാം കൂടെ പിണ്ടതയിലും തൂത്ത് ഇങ്ങനെ തടവുന്നൂന്നേ അർത്ഥമുള്ളൂ. ഒരു മസാജിങ് അല്ല, വേറെ സംഭവമൊന്നും ഇല്ലെന്ന് അവിടെ. മനസ്സിലായില്ലേ? വിളിക്കാണ്ടെന്ന് വിളിച്ചു പറയും അവനെ തൊടല്. അവിടെ പറയും സാറേ തൊടുമല്ല, ഞങ്ങളിങ്ങനെ നല്ല മസാജൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. ആൾ ഇറങ്ങുമ്പോഴേക്കൊന്നും മിനുങ്ങണമല്ലോ അടുത്ത പണിക്ക്. ഇത് നമ്മുടെയൊക്കെ നാട്ടിൽ തടവെങ്കിൽ അത് കഠിന തടവാ. 20 താഴ്ചയുള്ള കുഴി. ഞാനിതൊക്കെ ചിലത് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ പോയി എന്ന് പറയാനില്ല, ഞാൻ യാത്രാവിവരണം എങ്ങും പറയാറില്ല. 20 അടി താഴ്ചയുള്ള കുഴി, ചതുര വടിവാണ്. ആ കുഴി താഴേക്ക് കടുംതൂക്കായി വെട്ടി അതിനകത്താ കുറ്റവാളി ഇടുന്നേ. വീതി നീളമൊക്കെ കുറവാണ്. കഷ്ടിച്ചൊരു 4 അടി വീതി, 4 അടി നീളം ഒരു മനുഷ്യന് നീണ്ടു നീർന്ന് കിടക്കാനോ ഇരിക്കാനോ പറ്റില്ല. ചങ്ങലയിടുന്ന രീതി കേൾക്കണ്ടേ? വലത്തെ കൈയിൽ നിന്ന് ഇടത്തെ കാലിലേക്ക് ചങ്ങല, ഇടത്തെ കൈയിൽ നിന്ന് വലത്തെ കാലിലേക്ക് ചങ്ങല. ആ ചങ്ങല നീളം കുറവാണ് 2 ചങ്ങലയ്ക്കും. കാരണം ശിക്ഷ വിട്ടിറങ്ങിയാലും ഈ കുറ്റവാളി ഇനിമേൽ സമൂഹത്തിൻ്റെ മുമ്പിൽ കുനിഞ്ഞേ നിൽക്കാവൂ, നിവരെ നിൽക്കാൻ പാടില്ല. ഇവൻ കുറ്റവാളിയാണെന്ന് തിരിച്ചറിയണം. ഇത്തരം പ്രാകൃത ശിക്ഷ. ദിവസം 1 നേരം ഭക്ഷണം, ദിനകൃത്യം ചെയ്യാനൊരു കുഴി, അതിനകത്ത് ഓവുചാലുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിലൂടെ ഒഴുകുന്ന വെള്ളം വന്ന് ഈ മാലിന്യമൊക്കെ ഡ്രെയിനേജ് വഴി കളയും. പക്ഷേ ഈ ഒഴുകി വരുന്ന ആ ഓടയിലെ വെള്ളം വേണം കുടിക്കാൻ. ഇങ്ങനെയാണ് കിടക്കുന്ന പൗലോസുമൊക്കെ. ആ കിടക്കുന്ന കിടപ്പിൽ തങ്ങളെ കാണാൻ വരുന്ന ആളുകൾ തൊട്ട് മുകളിൽ നിൽക്കണം. ഇത് ഗുഹകൾക്കകത്താണ് ഈ കുഴിയെടുക്കുന്നത്. ഗുഹയുടെ കവാടത്തിൽ ഇങ്ങനെ അഴിയിട്ടിട്ടുണ്ട്. അത് അല്പം ഉള്ളിലേക്ക് കയറി അഴി. അപ്പോൾ നമ്മളിങ്ങനെ ചെന്നിട്ട് എത്തിക്കുത്തി നോക്കിയാൽ ആൾ ഈ ജയിലിൽ കിടക്കുന്ന കാണാം. ആ ഇരുട്ടിനകത്ത് 2 കണ്ണ് മാത്രമേ കാണൂ. പക്ഷേ ഇവരിതിനോടങ്ങ് പൊരുത്തപ്പെടും. അവിടെ കിടന്നൊക്കെ വായിക്കും പതുക്കെ പതുക്കെ. ഈ കിട്ടുന്ന വെളിച്ചമേ ഉള്ളൂ. അവിടെയാണ് കാണാൻ ചെല്ലുന്നത്. അവിടെ ചെന്ന് കണ്ടിട്ട് പോരണം. എന്നെ ഇവിടെ വിഷമിപ്പിച്ചൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇവിടെ റോമർക്കെഴുതിയ ലേഖനമൊക്കെ ഉണ്ടല്ലോ നമ്മൾ വായിക്കുന്നത്. ഈ ലേഖനമൊക്കെ ഒരു ചങ്ങാതിയുണ്ട്, തെർത്തോസ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ മനുഷ്യനൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്താ കാര്യം? പറയാം. ഈ തെർത്തോസ് വന്നാണ് ജയിലിൽ കിടക്കുന്ന പൗലോസിൻ്റെ വാക്ക് കേട്ട് ഡിക്റ്റേഷൻ കേട്ടിട്ട് ഈ ലേഖനം എഴുതുന്നതെന്ന്. മുമ്പേ പറഞ്ഞ പേപ്പറിലൊക്കെ കെട്ടുകണക്കിന് ഈ പേപ്പറും കൊണ്ട് ഒരു ജയിലിൽ ചെല്ലാനുള്ള ബുദ്ധിമുട്ടറിയോ? അവിടെ നിൽക്കുന്ന എത്ര ആളുകളുടെ കാല് പിടിക്കണം. എൻ്റെ ഗുരു അകത്ത് കിടക്കുന്നു, ഒന്ന് കാണണം. ഈ ജോലിയെല്ലാം കഴിഞ്ഞു പോകുമ്പോൾ തെർത്തോസിനോട് പറയുക, നീ എഴുതിയ ലേഖനം റോമിലെ ബിഷപ്പിൻ്റെ അടുത്തുകൊണ്ട് കൊടുക്കണം. അദ്ദേഹം രഹസ്യ സങ്കേതത്തിൽ ആരാധന നടത്തുന്നത്. ഇതേ അടുത്ത സ്ഥലത്ത് കൊണ്ടു കൊടുക്കണം. ഇതെല്ലാം കൊണ്ടു കൊടുക്കുന്നവനെ ഒരു വണ്ടിക്കൂലി കൊടുക്കാനുള്ള ത്രാണി ഈ ജയിലിൽ കിടക്കുന്ന പൗലോസിനില്ല. നോക്കണേ, ഇതാ സേവനം. ഈ സേവനത്തിൻ്റെ പേരാ സുവിശേഷ വേല. ഹല്ലേലൂയ. യേശുവിനെ പ്രസംഗിച്ച് 1 രൂപ കിട്ടിയാൽ നല്ലതാ സുഹൃത്തേ. അത് ഉപജീവനത്തിൻ്റെ വഴിയാക്കല്ലേ, അത് ധനസമ്പാദനത്തിൻ്റെ വഴിയാക്കരുതേ. ഈ രാത്രി നമുക്ക് ഭൗതിക മോഹങ്ങളോട് ഒരിക്കൽ കൂടി വിട പറയാം. തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി എന്ത് ലഭിച്ചാലും മതിയെന്ന് വെക്കുന്ന ഒരു മനോഭാവം ദൈവദാസിദാസന്മാരിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ. അതൊന്നും കൈപ്പറ്റാൻ ഇടവരാത്ത ഒരു മനുഷ്യൻ ഇതാ ഈ ബുക്ക് കെട്ടും താങ്ങി ഇവിടെ വന്നിരിക്കുമ്പോൾ പ്രതിഫലമില്ല ഈ ജോലിക്കെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? മഹാപ്രതിഫലമുള്ള ഒരു ദിവസം നമുക്കായി അവൻ കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രതിഫലത്തിന് വേണ്ടി സുവിശേഷ വേല ചെയ്യാൻ, യേശുവിന് വേണ്ടി നിൽക്കാൻ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്കൊക്കെ കഴിയട്ടെ. സ്ഥലം മാറ്റം വരുമ്പോൾ എന്നെ അങ്ങോട്ട് തട്ടി, എന്നെ ഇങ്ങോട്ട് തട്ടി, 2 പേരേ ഉള്ളൂ, 4 പേരേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ആൾ ഓർത്തോണം, നിനക്ക് വിളിച്ച വിളിയെക്കുറിച്ച് ഒരു ബോധമില്ല. 2 പേരുള്ളിടത്തും ആളില്ലാത്തിടത്തും പ്രവർത്തിക്കുന്നവനാണ് എൻ്റെ യേശു. ഏത് പരിസ്ഥിതിയിലും പ്രവർത്തിക്കുന്നവനാണ് എൻ്റെ യേശു. വിശ്വസിച്ച് ഇവിടം വിട്ടു പോകാവൂ ദൈവമക്കൾ.
തെർത്തോസ് ഈ പ്രവൃത്തി ചെയ്തിട്ട് പോകാൻ നേരം ഒരു ചായക്കാശ് കൊടുക്കാൻ നിർവാഹമില്ലാതിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേരാ റോമർക്കെഴുതിയ ലേഖനം. ആ ലേഖനം വായിച്ചപ്പോഴാ മാർട്ടിൻ ലൂതർ അതുവരെ ക്രൈസ്തവ സഭയിൽ നടമാടിയിരുന്ന തിന്മകൾക്കെതിരെ സമരകാഹളം മുടക്കിക്കൊണ്ട് വിക്ടൻബർഗ് ദേവാലയത്തിൻ്റെ ഭിത്തിയിൽ 95 ചോദ്യങ്ങൾ എഴുതി ചോദിച്ചുകൊണ്ട് സഭയുടെ തെറ്റായ നടപടിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയത് കൊണ്ടാണ് നമ്മൾ ഈ വന്നിരിക്കുന്നത്. അപ്പോൾ തിരുവെഴുത്ത് പലതും പ്രാപിച്ചത് ഇരുട്ടുകിണറ്റിലെ പീഡകൾക്കകത്ത് നിന്ന് തീയിൽ കുരുത്തപ്പോൾ വെയിലത്ത് വാടാത്ത ഈ മഹാഗ്രന്ഥം കൈലേന്തിക്കൊണ്ട് പറയാം, പ്രാണൻ കൊടുത്തും ഈ പുസ്തകത്തിൻ്റെ ഉപദേശത്തെ ഞങ്ങൾ സംരക്ഷിക്കും. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ച അതിവിശുദ്ധ വചനത്തിന് വേണ്ടി, അതിവിശുദ്ധ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിവരെ നിൽക്കാൻ കഴിയുന്ന ഒരു ജനാവലിയുടെ ആവിർഭാവം ഇന്ന് രാത്രി ഉണ്ടാകട്ടെ. അങ്ങനെ പല ജയിലിൽ മാറി മാറിപ്പോയി. അവസാനം ഈ റോമിൽ ഒരു നിയമമുണ്ട്. ഇന്ന് ഉത്തരവിട്ടാൽ നാളെ മുതൽ എപ്പോൾ വേണമെങ്കിലും മരണം നടക്കാം. ചിലപ്പോൾ മാസങ്ങൾ ഇത് നീണ്ടുപോകും, ചിലപ്പോൾ വർഷങ്ങളെടുക്കും. നമ്മളെ കൊല്ലുമെന്നൊക്കെ ഉത്തരവെഴുതി ഇങ്ങനെ ഇട്ടാലേ അത് വായിക്കുന്ന നമ്മുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി, മാനസിക നില തകരും. തൊട്ടുമുകളിൽ പ്രദർശിപ്പിച്ച് വച്ചിരിക്കുക നമ്മളെ കൊല്ലുന്ന കൊലായുടെ ഉത്തരവ്. ഇതൊക്കെ എഴുതിയത് വായിച്ച സാധാരണഗതിയിൽ കിടക്കുന്ന ആളുകൾക്ക് സമനില തെറ്റും, മരണഭീതി വർദ്ധിക്കും, മരണത്തെക്കുറിച്ചുള്ള വലിയ ആകുലതകൾ വരും. ഞാൻ 2 വട്ടം മരണകരമായ ജീവിത പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയ ഒരാളാണ്. ഒന്ന് ഈ അടുത്ത കാലത്താണ്. പേടിയൊന്നും വന്നിട്ടില്ല, അവിടെ കിടക്കുമ്പോഴും പേടി വന്നിട്ടില്ല. ഈ വായെല്ലാം കൂടിയിട്ട് സംഭാഷണശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി. 2 കൊച്ചുകുട്ടികളാണ്, ന്യൂറോ ഡോക്ടർമാരാട്ടോ, അങ്കളെന്നാണ് വിളിച്ചത്. ആ കുഞ്ഞുങ്ങൾ ക്ഷമാപൂർവ്വം പറഞ്ഞു, അങ്കളെ ഈ നാവിങ്ങനെ കൂടും, ഈ ഭാഗം തളരും, എങ്കിലും പ്രതീക്ഷ കൈവിടണ്ട, നമുക്ക് നോക്കാം, 90 ദിവസമെങ്കിലും അങ്ങനെ കിടക്കുമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ എൻ്റെ സ്നേഹിതൻ ഫ്രാൻസിസ് സാറിരിക്കുന്നു. കൃത്യം 16-ാം ദിവസം ഞാൻ തൊടുപുഴയിൽ വന്ന് ഇതുപോലെ പ്രസംഗിച്ചു. ഹല്ലേലൂയ. ഒരു കുഴപ്പമില്ല. അന്ന് കയ്യിലൊക്കെ ഒന്ന് താങ്ങണമായിരുന്നു സ്റ്റേജിലേക്കൊക്കെ വരാൻ. അപ്പോൾ പലരും ഓർത്ത് എങ്ങനെയാകും. പക്ഷെ നമുക്കതിൽ പേടി വരാത്തതിൻ്റെ കാരണം എനിക്കിവിടെ ജീവിക്കുന്നത് ഇഷ്ടമാണ്, അങ്ങ് ചെല്ലുന്നത് വലിയ ഇഷ്ടമാണ്. 2 ഇഷ്ടമാണ്. ഇവിടെ ജീവിക്കുമ്പോൾ യേശുവിനെ പ്രസംഗിക്കാതെ ജീവിതത്തിൻ്റെ സന്തോഷം. ഹല്ലേലൂയ. അങ്ങ് ചെന്നാൽ മുഖാമുഖമായി അവിടുത്തെ സാന്നിധ്യം അറിയാം. അപ്പോഴേ പൗലോസ് ഇവിടെ കിടന്നിട്ട് സമനില തെറ്റിപ്പോയൊന്നുമില്ല. ഡോക്ടർ എഴുതിയൊരു കുറിപ്പടി വായിച്ചിട്ട് സമനില തെറ്റാതെ, ഒരു സ്കാനിങ് റിപ്പോർട്ട് കണ്ടിട്ട് ആകുലപ്പെടാതെ, മരണഭീതി ഉണർത്തുന്ന ശബ്ദം കേട്ടിട്ട് തോറ്റുകൊടുക്കാതെ, ജയമെടുത്താതെ ഈ കിടക്കുന്ന കിടപ്പിൽ ഒരാഗ്രഹം പ്രകടിപ്പിക്കുക. നമുക്കിങ്ങനെ കിടക്കുമ്പോൾ എന്തൊക്കെ തോന്നൽ വരും. ഭാര്യയെ കണ്ടാൽ കൊള്ളാം, മകളെ കണ്ടാൽ കൊള്ളാം, സ്നേഹിക്കുന്ന ഇളയ കുട്ടിയെ കണ്ടാൽ കൊള്ളാം, പെൺകുട്ടിയൊന്ന് കണ്ടാൽ കൊള്ളാം, സ്നേഹമുള്ളൊരു കൂട്ടുകാരനെ കണ്ടാൽ കൊള്ളാം. 100 ആഗ്രഹങ്ങൾ. പൗലോസ് ഒരു മനുഷ്യനാണ്. പക്ഷെ ആഗ്രഹങ്ങൾക്കെല്ലാം അവധി കൊടുത്തിട്ട് പറയുക, മകനെ തിമത്യോസേ, നിന്നെ ഒന്ന് കണ്ടാൽ കൊള്ളാം, നീ വരണം. വരുമ്പോഴേ എൻ്റെ മരണമെന്നറിയാൻ വയ്യ. ചിലപ്പോൾ ശീതകാലം കഴിഞ്ഞിട്ടായിരിക്കും വധശിക്ഷ നടപ്പിലാക്കുന്നത്. കാരണം കിടുകിടുക്കുന്ന മരം കൊച്ചുന്ന തണുപ്പത്ത് പടയാളികൾക്കൊന്നും നിൽക്കാൻ കഴിയില്ല. എന്നോടുള്ള കരുണയൊന്നുമല്ല. പടയാളികൾക്ക് ശിക്ഷ നടപ്പിലാക്കാൻ പൊതുസ്ഥലങ്ങളിൽ തൂക്കുമരങ്ങൾ സജ്ജീകരിക്കാൻ ഒക്കെ പാടാ. ആ ശിക്ഷയുടെ രീതി കൂടി പറയാം. ദാ ഊഞ്ഞാല് കെട്ടുന്ന പോലെ, ഈ കമാനമൊക്കെ വെക്കുന്ന പോലെ ഇങ്ങനെ 2 മരം വെച്ചിട്ട് വിലങ്ങനെ ഒരു തടി വെക്കും. ആ തടിയുടെ 2 അഗ്രത്തിലേക്ക് മനുഷ്യ ശരീരം 2 കാലുകൾ തലകീഴായി കെട്ടും. ഈ കാലിടുക്കിലേക്ക് അറപ്പുവാൾ വെച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് പടയാളികൾ അറുത്തറുത്ത് 2 പീസാക്കും. ഇതാ ഈർച്ചവാളിനാലുള്ള മരണം. ഇതാ എഴുതി വച്ചിരിക്കുന്ന ഭീകരത. അത് വായിച്ചിട്ട് പിന്തിരിഞ്ഞോടുന്നവരാ ഞങ്ങളെന്ന് നീ തെറ്റിദ്ധരിക്കരുത്. നീ അഡ്രസ്സ് പഠിക്കണം. എവിടെയാ ഞങ്ങൾ പിറവി കൊണ്ടെന്ന് പഠിക്കണം. അല്ലയോ റോമൻ ഭരണകൂടമേ, തെറ്റിപ്പോയി. ആരെയാ കൈകാര്യം ചെയ്യുന്നത് തിരിച്ചറിയണം. ആരാണ് ഈ അഭിഷിക്തനെന്ന് തിരിച്ചറിയണം. അഭിഷിക്തനെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ പദ്ധതിയിട്ടതറിഞ്ഞ് അദ്ദേഹം അലമുറ കൂട്ടുന്നില്ല. ആ കിടപ്പിൽ പറയാ, ശിക്ഷണ നടപടി എപ്പോൾ വരുമെന്നറിയില്ല മകനെ. പക്ഷെ നീ വരുമ്പോൾ എനിക്കൊരാവശ്യം. ഒരു പിടി വേദനയോടല്ലാതെ നമുക്കത് ഓർക്കാൻ വയ്യ. കോടികൾ വിലമതിക്കുന്ന നിക്ഷേപത്തിൻ്റെ ഉടമയായിരുന്നു
അദ്ദേഹത്തിൻ്റെ അപ്പൻ. ബഹുഭാഷാ നിപുണനായിരുന്നു അദ്ദേഹം. തർസോസിലെ പ്രമുഖമായ കിലിക്യാ നഗരത്തിലെ തർസോസ് പട്ടണത്തിൽ ജനിച്ചു വളർന്ന റോമൻ പൗരനായൊരു യഹൂദൻ. റബിയായി അറിയപ്പെട്ടിരുന്നെങ്കിൽ ഏതുയരങ്ങളിൽ പോകേണ്ട വ്യക്തിത്വം. പക്ഷേ ഇപ്പോഴിതാ ഈ തകർന്ന ജയിലറയ്ക്കുള്ളിൽ 100 മനുഷ്യരുടെ മരണം വിതച്ച ഇടത്ത് മരണനിമിഷം കാത്തിങ്ങനെ കഴിയവേ ആ നിമിഷം അടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ പറയാ, എൻ്റെ നിര്യാണകാലം അടുത്തു മകനെ. ഇപ്പോൾ തന്നെ ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടാൻ പോകുകയാണ്. ഈ പ്രയോഗം അത്ര കവിതാത്മകമാണ്. കാരണം ഏത് യാഗം നടത്തിയാലും യാഗവസ്തുക്കളുടെ കുറേ ശേഷിപ്പുണ്ടാവും. മൃഗങ്ങളെ അറുത്താൽ തോലും എല്ലും അസ്ഥികൂടങ്ങളൊക്കെ ശേഷിപ്പുണ്ടാകും. അത് പുറത്ത് ചുട്ടുകളയണമെന്നാ. പക്ഷെ പാനീയാഗങ്ങളുണ്ട്, എണ്ണയും വീഞ്ഞുമൊക്കെ. ഈ യാഗവസ്തു മാത്രം പകർന്നു കഴിഞ്ഞാൽ ആ പാനപാത്രത്തിൽ മറ്റൊന്നുമില്ല, അത് ശൂന്യമാണ്. ഇപ്പോൾ തന്നെ ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. ഒന്നും അവശേഷിപ്പിക്കാനില്ലാതെ ഞാൻ ഒഴിക്കപ്പെടുന്നു. നീ വരുമ്പോൾ പുതപ്പ്. കാരണം കിടുകിടുക്കുന്ന തണുപ്പിൽ എൻ്റെ ശിക്ഷണ നടപടി നീട്ടിക്കഴിഞ്ഞാൽ ഈ കനത്ത തണുപ്പിൽ ഒന്ന് പുതയ്ക്കാൻ നമ്മളിപ്പലരും ജീവിതത്തിൻ്റെ എത്ര വലിയ വലിയ നന്മകൾ കിട്ടിയാലും അസംതൃപ്തിയോടെ കാത്തിരിക്കുമ്പോൾ ആ തണുപ്പിനെ നേരിടുന്നൊരു ചെറിയ പുതപ്പ ഈ മനുഷ്യൻ ആഗ്രഹിച്ചത്. ഇതാ ക്രിസ്ത്യാനിത്വത്തിൻ്റെ ലാളിത്യം. അടുത്ത ഘട്ടം പറയാ, പുസ്തകങ്ങൾ, ചർമ്മലിഖിതങ്ങൾ. അർത്ഥം മരിക്കുമെന്നോർത്ത് ഞാൻ വെറുതെ ഇരിക്കുന്നവനല്ല, എഴുതും. മരിക്കുമെന്നോർത്ത് ഞാൻ വെറുതെ ഇരിക്കുന്നവനല്ല, വായിക്കും. എൻ്റെ ഓർമ്മയെ തടയാൻ, എൻ്റെ പ്രവൃത്തിയെ തടയാൻ ഒരു വിധിക്കും സാധിക്കില്ല. ഈ നിശ്ചയദാർഢ്യത്തോടെ ഇരിക്കുമെങ്കിൽ അത് തന്നെ ദീർഘായുസ. എന്താ കാര്യം? എഴുതാൻ തുടങ്ങുമ്പോൾ മരണത്തിൻ്റെ കാവലാൾ അവിടെ നിന്ന് വിളിക്കുക, വാ. പൗലോസ് പറയും ഹൃദയം കൊണ്ട് നോ എഴുതി തീർത്തിട്ടേ വരും, അവിടെ നിൽക്ക്. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാ വാ, അപ്പോഴൊക്കെ പറയാ നോ, വായിച്ചു തീരാതെ വരില്ല, അവിടെ നിൽക്ക്. മരണം മാടി വിളിച്ചിട്ടും വിശ്വാസത്താൽ അവനെ ഒരു വിളിപ്പാടകല മാറ്റി നിർത്താൻ കഴിയുന്ന കർമ്മനിരത നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകട്ടെ. ഇന്ന് രാത്രി ധൈര്യം ജീവിതത്തിൽ വരട്ടെ. ഒന്ന് ചിന്തിച്ചുറപ്പിച്ചു പോകാം, ഇതുവരെ പ്രസംഗിച്ചതല്ല എന്നെ കാത്തിരിക്കുന്ന ശുശ്രൂഷ, അതിലും വലുത്. ഇതുവരെ പാടിയതല്ല, അതിലും ശ്രേഷ്ഠം മഹത്തരമായതൊന്ന്. അത് കഴിയാതെ എനിക്ക് ഈ ലോകം വിട്ട് പോകാൻ കഴിയില്ല. എൻ്റെ ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും അങ്ങനെയാ. ചിന്തിച്ചു മടങ്ങാം. ഞാൻ പറഞ്ഞിങ്ങനെ നിർത്തുന്നു. സഹചരി കത്ത് കിട്ടിയ പൗലോസ് തിമോത്തിയോസ് കാതങ്ങൾ താണ്ടി പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളുമൊക്കെ സമ്പാദിച്ച് കാരാഗൃഹത്തിൻ്റെ അടുക്കലെത്തി. ഇതാ ചരിത്രം. കാരാഗൃഹത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ വാതിൽ കാവ നിൽക്കുന്നവൻ ചോദിക്കും, ആരാ, എന്തു വേണം? അതെ, എൻ്റെ ഗുരു ഇതിനകത്തുണ്ട്. അദ്ദേഹം എന്നെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാ, എന്നെ ഒന്ന് കടത്തിവിടണം. ഓ, നിൻ്റെ പേര് തിമോത്തിയോസ്, നിൻ്റെ ഗുരുവിൻ്റെ പേര് താർസോസിലെ ശൗൽ എന്ന് വിളിപ്പേരുള്ള പൗലോസ്. അറിയാം, യേശുവിനെ പ്രസംഗിച്ചു എന്ന കുറ്റം ചുമത്തി ഇതിലടയ്ക്കപ്പെട്ട പൗലോസ്. പക്ഷെ സുഹൃത്തെ, താമസിച്ചു പോയി. ഇന്ന് പ്രഭാതത്തിൽ സൂര്യോദയത്തിന് മുമ്പ് അദ്ദേഹത്തെ വിലങ്ങണിയിച്ച് ചാട്ടവാറിനടിച്ച് ഈ ഇടനാഴി കടത്തി ദൂരെ കാണുന്ന മലയുടെ താഴ്വരയിൽ 3 ഫൗണ്ടെയിൻ എന്നറിയപ്പെടുന്നൊരു സ്ഥലമുണ്ട്. 3 ജലധാരകൾ സംഗമിക്കുന്ന സ്ഥലം. ആ ജലധാരകളുടെ ആരവത്തിൻ്റെ ഉള്ളിൽ ആർത്തലയ്ക്കുന്ന ഹതഭാഗ്യൻ്റെ ശബ്ദം കേൾക്കാതിരിക്കത്തക്ക വിധം ശിക്ഷ നടപ്പിലാക്കുന്ന കൊലക്കളമാണത്. അവിടെ ഇരുമ്പ് കമ്പികൾ കെട്ടിവെച്ച് തല കീഴായിട്ടിട്ട് ഇഞ്ചിഞ്ചായി അറുത്തുകൊല്ലാൻ വിധി പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നടക്കുന്ന റോമൻ പടയാളിയും പിന്നാലെ പോകുന്ന സംരക്ഷകരും വിധി നടപ്പിലാക്കാൻ വാൾ കയ്യിലെന്തിക്കൊണ്ട് വരുന്ന കർമ്മനിരതരായ സേനാനായകന്മാരും ആർത്ത് വിളിച്ചിതുവഴി പോകുമ്പോൾ
പൗലുസ് എന്ന തൻ്റെ ഗുരുവിനെ ഞാനും കണ്ടു. സാധാരണ ഇതുവഴി പോകുന്നവർ ചീത്ത പറഞ്ഞും പുലഭ്യം പറഞ്ഞും അലറിക്കരഞ്ഞും ശപിച്ചും പോകുമ്പോൾ നിൻ്റെ ഗുരു ഞങ്ങളെയൊക്കെ നോക്കി അനുഗ്രഹിച്ചു. പീഡിതനെ നോക്കിയും അനുഗ്രഹിക്കാൻ കഴിയുന്ന, പീഡിപ്പിക്കുന്നവനെ നോക്കിയും അനുഗ്രഹിക്കുന്ന ഒരൊറ്റ മാർഗമേ ഉലകത്തിലുള്ളൂ. അത് യേശുവിൻ്റെ മാർഗമാണ്. ആ മാർഗത്തിലാണ് നമ്മളിന്ന് വിശ്വസിക്കുന്നത്. ആക്രമിക്കാൻ അടുത്തു വരുന്നവനെയും കരം നീട്ടി സ്വീകരിക്കുന്ന, കയ്യിൽ കരവാളന്തി കഴുത്തറത്ത് പന്താടാൻ ഓടി വരുന്നവനെയും കരമുയർത്തി ആശംസകൾ അർപ്പിക്കുന്ന ഒരൊറ്റ മാർഗമേ ലോകത്തിലുള്ളൂ. അത് യേശുവിൻ്റെ മാർഗമാണ്. ഇതാ അവൻ കൊല ചെയ്യപ്പെട്ടു. മകനെ, അന്ത്യനിമിഷങ്ങൾ നേരിട്ട് കണ്ട എനിക്ക് ചേതോഹരമായ അനുഭവമായിരുന്നു ആ യാത്ര. പക്ഷെ തിമോത്തിയോസ്, നീ ഇവിടെ നിൽക്കരുത്. നിന്റെ മാർഗം നിരോധിക്കപ്പെട്ടതാ. ഈ ശബ്ദം കേട്ടാൽ നിന്നെയും പിടിച്ചകത്തിടും. തിമോത്തിയോസ്, ഈ നിൽക്കുന്ന ഞാനും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ യേശുവിനെ കൈക്കൊണ്ടയാളാ. പ്രാണൻ സംരക്ഷിക്കാനെങ്കിലും പോയിക്കൂടെ തിമോത്തിയോസ്? പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും നെഞ്ചോടടുക്കി പിടിച്ചുകൊണ്ട് തിമോത്തിയോസ് തിരികെ നടക്കുമ്പോൾ ഒന്ന് പറഞ്ഞു, പിന്തിരിഞ്ഞു പോകുകയല്ല. എൻ്റെ ഗുരുവിന് വേണ്ടി ഒടുക്കം പറഞ്ഞൊരു കാര്യമുണ്ട്. മകനെ തിമോത്തിയോസേ, ക്രിസ്തുയേശുവിൻ്റെ കൃപയാൽ ശക്തിപ്പെടുക. പടചിർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനോപാധികളിൽ ഇടപെടുന്നില്ല. ഞാനും എൻ്റെ യേശുവിന് വേണ്ടി എരിഞ്ഞടങ്ങാൻ, കർമ്മനിരതനാകാൻ ഈ പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും അത്തരമൊരു സ്മരണയായി ജീവിതത്തിൽ, ഹൃദയത്തിൽ പെരുമ്പറ മുഴക്കുന്നു. ഈ പെരുമ്പറയുടെ ശബ്ദം 2000 ആണ്ടുകളായി നിലയ്ക്കാതെ ഇന്നും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആ തുടിതാളം നഷ്ടപ്പെടാതെ നമുക്ക് യേശുവിന് വേണ്ടി ഈ കൊല്ലവും പ്രവർത്തിക്കാൻ സർവശക്തൻ കാരുണ്യം കാണിക്കട്ടെ. ഈ വചനം കേൾക്കുന്നവർക്കിടയിൽ നിന്ന് യേശുവിനെ അനുഗമിക്കാൻ മാത്രമല്ല, യേശുവിനെ പ്രസംഗിക്കാനും യേശുവിന് വേണ്ടി നിൽക്കാനും പാടാനും കഴിയുന്ന ചില കൂടി ഉരുത്തിരിയട്ടെ. ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ആ ബോധ്യത്തിൽ എനിക്കെൻ്റെ യേശുവിനെ അനുഗമിക്കണം, എനിക്ക് ദൈവവൈതലാകണം. ആർക്കാഗ്രഹമുണ്ട് അവർക്ക് സ്വയം സമർപ്പിക്കാം. ഞാൻ യേശുവിനെ സ്വീകരിച്ചു, എനിക്കെൻ്റെ യേശുവിനെ പ്രസംഗിക്കണം. അവസാന ശ്വാസത്തിലും യേശുവിനെ പ്രസംഗിക്കണം, യേശുവിനെ പ്രസംഗിച്ചു മരിക്കണം. ആഗ്രഹിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വേള യേശുവിൻ്റെ സുവിശേഷം, യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ, അത് ആത്യന്തികമായ വിടുതലാണ്. യേശുവിലെ രക്ഷ ആത്യന്തികമായ നിത്യതയാണ്. അത് കരഗതമാക്കാതെ ആരും മടങ്ങരുതേ. നമുക്കെല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം, ഹൃദയത്തെ ഏകാഗ്രമാക്കാം. തമ്പുരാൻ്റെ സന്നിധിയിൽ യേശുവിനെ അനുഗമിക്കാൻ, യേശുവിൻ്റെ പാതയെ നടക്കാൻ നിങ്ങൾക്കൊരു ഉൾവിളിയുണ്ടെങ്കിൽ, ഞാൻ ഇന്നു മുതൽ യേശുവിനെ അനുഗമിക്കുന്നു. അല്ല, ഞാൻ യേശുവിനെ അനുഗമിച്ചവനാണ്, അനുഗമിച്ചവളാണ്, എനിക്കെൻ്റെ യേശുവിനെ പ്രസംഗിക്കണം. ഈ നാവ് യേശുവിന് വേണ്ടി, ഈ ഹൃദയം യേശുവിന് വേണ്ടി. ആ തുടിക്കുന്ന ഹൃദയത്തോടെ യേശുവിനെ അനുധാവനം ചെയ്യാൻ ആരുണ്ട്? ആ സമർപ്പണത്തിൻ്റെ ഭാഗമായി അവർക്ക് മാത്രം കരമുയർത്താം. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വളരെ വേഗം ചില കരങ്ങൾ ഉയർത്തി കാണുന്നു. പ്രായഭേദമന്യേ ഉയർത്തപ്പെട്ട കരങ്ങളെ കാണുന്നു. ഇത് വിശ്വാസികൾ ഭൂരിപക്ഷമുള്ള ഇടമാണെന്ന് എനിക്കറിയാം. ആ കരങ്ങളെ താഴ്ത്തിയിടാം. ഒന്ന് മനസ്സിലാക്കുന്നു, വരും തലമുറയിൽ യേശുവിൻ്റെ അനുഗാമികളുടെ ഭാവി സുരക്ഷിതമാണ്. യേശുവിനെ പ്രസംഗിക്കാൻ, യേശുവിന് വേണ്ടി നിൽക്കാൻ ഒരു തലമുറ വീണ്ടും തയ്യാറെടുക്കുന്നു. ദൈവം നിങ്ങളെ തൊടട്ടെ, സ്വർഗീയ ആശീർവാദം നിങ്ങളുടെ മേൽ പകരട്ടെ. ഞാനും ഒരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥ പിതാവേ, കേട്ട വചന നിമിത്തം ഞങ്ങൾ ഈ ഗ്രാമത്തെ അനുഗ്രഹിക്കുന്നു. ഈ ശബ്ദം നിമിത്തം ഞങ്ങൾ ഈ പ്രിയപ്പെട്ട യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ വചന നിമിത്തം അവിടുത്തെ വിടുതലിന് വ്യാപാരം ഈ ദേശത്തുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ ഹൃദയത്തിൽ കൈക്കൊണ്ടവരും അങ്ങേ അനുധാവനം ചെയ്യാനും സമർപ്പണം ചെയ്തവരുടെ മേൽ നിൻ്റെ സാന്നിധ്യം ഇരിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ.